എനിക്ക് ഓർമ്മയുണ്ട് അമ്മേൻ്റെ താലിമാല പണയം വെച്ചിട്ട് ആ പൈസ കൊണ്ടാണ് ആദ്യത്തെ ഫസ്റ്റ് ഇയറിലെ എമൗണ്ട് കൊടുക്കുന്നത്. ടോം ചാക്കോയുടെ ഒരു ഇന്റർവ്യൂ നിങ്ങളെ ഭയങ്കര വൈറലാക്കാൻ ഷാനിങ്ങിലെ ഒരു ഫോൺ അറിയുന്നു. അത് ശരിക്കും ഒരു സ്ക്രിപ്റ്റഡ് ആണോ അതോ ആക്ച്വലി സംഭവിക്കുന്നതാണ്? എനിക്ക് ഒരുപാട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഇത് പ്ലാൻഡ് ആണോ? താരങ്ങൾ നിങ്ങളോടുള്ള ഒരു സഹകരണം എങ്ങനെയാണ്? വഴക്കാണോ, സ്നേഹമാണോ? കേരളത്തിലുള്ള എല്ലാ ചാക്കോച്ചൻ്റെ ഫാൻസുകാരെയും കൊണ്ടുവന്നിട്ട് ചാക്കോച്ചന് വലിയ രീതിയിലുള്ള ട്രീറ്റ് എന്ന രീതിയിലാണ് നമ്മളത് കൊടുത്തത്. ആക്ട്രസ് ജോമോളിനെ നമ്മളതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. 22 കൊല്ലത്തിന് ശേഷമാണ് പിന്നെ അവർ ഒന്നിച്ച് സ്ക്രീനിൽ കാണുന്നത്. അത് കല്യാണം ഒരു ഇവന്റ് പോലെയാണ് ചെയ്തത്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ആദ്യത്തെ ഒരു ഇവന്റ് കല്യാണം പരീക്ഷിക്കാന്ന് വിചാരിച്ചു. കല്യാണമല്ലേ അതൊക്കെ. ശ്വേതാമേനോൻ ഉണ്ടായിരുന്നു, സുരേഷ് ഗോപി പരിപാടി പങ്കെടുത്തു. സുരേഷാണിൻ്റെ ഒരു പടത്തിൻ്റെ ഗരുഡൻ എന്ന സിനിമേൻ്റെ ഇത് നമ്മളോട് പേഴ്സണലി തന്നെ പറഞ്ഞു, സാറിൻ്റെ കരിയറിലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പ്രോഗ്രാമായിരുന്നു നന്ദിനിനെ കൊണ്ട്. എല്ലാ ആൾക്കാരും യൂട്യൂബിൽ ഇങ്ങനെ ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, കുറെ പേര് ക്വിറ്റ് ചെയ്യുന്നുണ്ട്. ഈ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര വലിയ വരുമാനമൊക്കെ കിട്ടുമോ? ടൂറിന് പോയി വന്ന സമയത്ത് പെട്ടെന്ന് ഈ 4 ആർട്സ് അക്കൗണ്ടും ബാൻഡായി. ഈ സേവ് ചെയ്യാനൊന്നും അറിയത്തുമില്ല. അന്നത്തെ അറിവില്ലാത്ത പ്രായത്തിൽ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പൈസ ഇട്ട് ഉള്ള പൈസ കളഞ്ഞു. ഒരു അപ്പൻ്റെ ഒരു അസുഖം കാരണം പെട്ടെന്ന് റിട്ടയർ ചെയ്യേണ്ടി വന്നു. നമസ്കാരം, രംഗു കെ ഹരിദാസ്. സ്പാർക്കിൻ്റെ സ്പാർക്കുള്ള പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യൻ ഒരു ഫേസ്ബുക്ക് പേജ് ആരംഭിച്ചു. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ 1.5 ലക്ഷം ഫോളോവേഴ്സിനെ ക്രിയേറ്റ് ചെയ്തു. അന്ന് അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കി, ഇത് തൻ്റെ കർമ്മ മേഖലയാണ്. പിന്നീട് ഒട്ടനവധി കാര്യങ്ങളിലൂടെ അദ്ദേഹം കേരളത്തിൻ്റെ മീഡിയ രംഗത്ത് ഒരു വലിയ ബ്രാൻഡിന് തുടക്കം കുറിച്ചു. മൈൽ സ്റ്റോൺ മേക്കേഴ്സിൻ്റെ ഓണറാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം. സ്പാർക്കിൻ്റെ വേദിയിലേക്ക് സ്വാഗതം. നമ്മൾ ഒരുപാട് തവണ സംസാരിച്ചിട്ടുണ്ട്. സ്പാർക്കിലേക്ക് പലപ്പോഴും വരണമെന്ന് കരുതിയിട്ട് വരാൻ പറ്റിയിട്ടില്ല. ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഇന്ന് ഇങ്ങനൊരു ഇൻ്റർവ്യൂ വരുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പേഴ്സണലി പറയുകയാണെങ്കിൽ നമ്മളെപ്പോഴും കാണുന്ന ആൾക്കാരാണ്, സമാന ഇൻഡസ്ട്രിയിലുള്ളവരാണ്. എങ്ങനെയായിരുന്നു ഒരു ജീവിതത്തിൻ്റെ തുടക്ക കാലഘട്ടമൊക്കെ എവിടെ നിന്നായിരുന്നു? കോഴിക്കോടുകാരനാണെന്നറിയാം. എങ്ങനെയായിരുന്നു തുടക്കമൊക്കെ? എങ്ങനെയായിരുന്നു? കോഴിക്കോടുകാരനെന്ന് പറഞ്ഞാൽ ജനിച്ചു മാത്രം കോഴിക്കോടുള്ളത്, വളർന്നു മൊത്തം കണ്ണൂരാണ്. ഒരു 3ാം ക്ലാസ് 4ാം ക്ലാസ് വരെയാണ് കോഴിക്കോട് വളർന്നു. പിന്നെ 4 തൊട്ട് മൊത്തം പിന്നെ കണ്ണൂരായിരുന്നു. കോളേജ് മൊത്തം മംഗലാപുരത്തായിരുന്നു. ജീവിച്ചതെല്ലാം കണ്ണൂരിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ്. കോഴിക്കോട് ജന്മം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എങ്ങനെയാണ് ഈ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു പേജ് തുടങ്ങാനുണ്ടായ ഒരു സാഹചര്യം എന്തായിരുന്നു? 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഫേസ്ബുക്കിൽ ഫ്രണ്ട്സ് ആകുന്ന കാര്യമുണ്ടല്ലോ. ഇപ്പം ഇൻസ്റ്റയിൽ നമ്മൾ ഫോളോവേഴ്സ് എന്ന് പറയുന്ന പോലെ ഫേസ്ബുക്കിൽ ഫ്രണ്ട്സ് ആവുന്നതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഫ്രണ്ട്സ് ആവുന്ന പറയും. അപ്പം ഞാനൊരു കൂട്ടുകാരനും അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട്, നമ്മൾ സ്വന്തം പേരിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ആകുമെന്ന് പറഞ്ഞിട്ട് ഒരു മത്സരമായിരുന്നു. 100 ഫ്രണ്ട്സ് അല്ലെങ്കിൽ 400 ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു ദിവസമാണ് എൻ്റെ ഫ്രണ്ട് പറയുന്നത്, എടാ ഫേസ്ബുക്കിൽ ഫ്രണ്ട്സ് ആവുന്ന ഞാൻ 5000 ലിമിറ്റ് ഉള്ളൂ. 5000 ലിമിറ്റ്. നമുക്ക് ഫേസ്ബുക്ക് പേജ് തുടങ്ങിയിട്ട് ഫോളോവേഴ്സിന് കയറ്റുവാണെങ്കിൽ അത് ലിമിറ്റ് ഇല്ലാതെ നമുക്ക് അൺലിമിറ്റഡ് ആണ്, എത്ര വേണമെങ്കിലും ഫോളോവേഴ്സിന് കയറ്റാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുന്നത്, ചുമ്മാ ഒരു പേജ് ക്രിയേറ്റ് ചെയ്തതാണ്. കള്ള ഈ പോസ്റ്റ് അടിച്ചു മാറ്റിയെന്നാണ് പേജിൻ്റെ പേര്. എന്തോന്ന്? കള്ള നീ ഈ പോസ്റ്റ് അടിച്ചു മാറ്റിയെന്ന്. നിങ്ങളെല്ലാം അടിച്ചു മാറ്റിയ പോസ്റ്റാണ്. അപ്പോൾ അന്ന് 7ാം ക്ലാസ്സുകാരൻ്റെ ഒരു ഇതിൻ്റെ പേരിൽ തുടങ്ങിയൊരു പേജാണ്, ആ പേരുമാണത്. പേരും പേജും ഒക്കെ ഹിറ്റായോ? ഒരു 1.5 കൊല്ലം കൊണ്ട് തന്നെ ഒരു 8ാം ക്ലാസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ അതൊരു 1 ലക്ഷം ഫോളോവേഴ്സിലോട്ട് കടന്നു. 1 ലക്ഷം ഫോളോവേഴ്സ് അന്നത്തെ കാലത്ത്. ഇത് ഏത് വർഷം സംഭവിക്കുന്നത്? ഞാൻ ഒരു 2012-2011 കാലഘട്ടമായിരിക്കും. ഈ ഫോളോവേഴ്സ് ഇങ്ങനെ കയറുന്നത് കൊണ്ട് ഒരു മനസന്തോഷം മാത്രമുള്ള അന്ന് കിട്ടുള്ളൂ. ഇതിൽ നിന്ന് എന്തെങ്കിലും ക്യാഷ് കിട്ടിയാലാണല്ലോ ഇതൊരു സംരംഭം ആക്കാൻ പറ്റുള്ളൂ. ഇതിൽ നിന്ന് എങ്ങനെയാണ് ആദ്യമായിട്ടൊരു വരുമാനം ഉണ്ടാകുന്നത്? എങ്ങനെയാണ്? അങ്ങനെ നിൽക്കുന്ന സമയത്ത് തന്നെ ആ പേജിലോട്ട് ഒരാൾ മെസ്സേജ് അയക്കുന്നത്, ഈ പേജിൽ ഞാൻ കുറച്ച് പോസ്റ്റ് ഇടാം, ഡെയിലി പോസ്റ്റ് ഇടാം, മാസമായിട്ട് ഞാനൊരു തുക തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചപ്പം ഒരു 3000-4000 രൂപ തരാമെന്ന് പറഞ്ഞു. എത്ര 5-6 പോസ്റ്റ് ഡെയിലി ഇടും, മാസം ഒരു 4000 രൂപ തരാമെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, ഇട്ടു. 4000 രൂപ ഒരു ഭയങ്കര കാശാണ്. നമ്മൾ 100 രൂപയ്ക്ക് മുകളിൽ നിന്ന് വീട്ടിൽ കിട്ടാത്തൊരു കാലഘട്ടം. അപ്പൊ അത് ഒരു സ്ഥിരമായ വരുമാനമായിട്ട് വരുവാണ്. അത് പിന്നെ സ്ഥിരമായിട്ട് ഇങ്ങനെ പുള്ളി തന്നുകൊണ്ടിരുന്നു. പുള്ളി പിന്നെ അതൊരു ഫേക്ക് അക്കൗണ്ടിൽ നിന്നാണ് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുള്ളത്. ആളുടെ പേര് ഇപ്പോഴും എനിക്കറിയത്തില്ല. പുള്ളി പറഞ്ഞിട്ടുണ്ട് എൻ്റെ റിയൽ നെയിം അല്ലാന്ന് പുള്ളി എന്നോട് പറഞ്ഞിട്ടുണ്ട്. റിയൽ നെയിം പറയാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പൈസ കൃത്യമായിട്ട് തരുന്നുണ്ടായിരുന്നു. അക്കൗണ്ടിൽ നിന്ന് കാശ് വരുന്നുണ്ട്. നമ്മൾ പിന്നെ ആരാന്ന് അറിഞ്ഞിട്ട് വലിയ കാര്യവും ഇല്ല.
അപ്പം പിന്നെ എനിക്ക് നോക്കുമ്പം ഇങ്ങനെ ഇത്രയും പൈസ എനിക്ക് തരുന്നുണ്ടെങ്കിൽ പുള്ളിക്ക് അതുകൊണ്ടും ഭയങ്കര ബെനിഫിറ്റ് ഉണ്ടാവുമല്ലോ. അപ്പം അതെന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ പുള്ളി ഓരോ പോസ്റ്റ് ഇട്ടിട്ട് അതിന് മുകളിലൊരു ഒരു ക്യാപ്ഷനും ഒരു ലിങ്കും ഉണ്ടാവും. അപ്പം എനിക്കന്ന് ഇതൊന്നും അറിയത്തില്ല. അപ്പം ഞാൻ നോക്കുമ്പോൾ ആ ലിങ്ക് ഞാൻ തുറന്ന് നോക്കുമ്പം അത് ഹെൽത്ത് റിലേറ്റഡ് അല്ലെങ്കിൽ ഇൻഷുറൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആയിരിക്കും. അതിൽ ഈ ആഡ്സെൻസിലെ പരസ്യങ്ങളുണ്ടാവും. അപ്പോൾ ഈ പരസ്യങ്ങളോട്ട് ആൾക്കാരെ എത്തിക്കാൻ വേണ്ടിയാണ് പുള്ളി ഈ പേജ് നമ്മളിൽ നിന്ന് റെൻ്റ് ഔട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ആൾക്കാരെ എത്തിക്കാനാണ് നോക്കുന്നത്. അപ്പം അത് പുള്ളിക്ക് വേറൊരു വരുമാനം തരുന്നുണ്ടെന്ന് മനസ്സിലായി. അതെ. അപ്പം ഞാനത് എൻ്റെ ഒരു വേറൊരു ഫ്രണ്ടുണ്ട്, അപ്പോൾ ആളായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോഴാണ് പറഞ്ഞ്, എടാ അതിന് ഇത്രയും പൈസ വരുന്നൊരു ഇതാണ് ആഡ്സെൻസ് അക്കൗണ്ട് എന്നാണ് ഇതിൻ്റെ പേര്. ഒരു ആഡ്സെൻസ് അക്കൗണ്ട് ഒരു വെബ്സൈറ്റും ഉണ്ടെങ്കിൽ നമുക്ക് ഇത്രയും വരുമാനം കിട്ടുന്നൊരു കാര്യമാണ്. അപ്പം നിനക്ക് ഇത്രയും വലിയൊരു പേജ് ഉള്ളപ്പോൾ നിനക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. പുള്ളി നിന്നെ ചെറിയൊരു പൈസ തന്നിട്ട്, പുള്ളി എന്നെ ചതിച്ചോ ഒന്നും ഞാൻ പറയുന്നില്ല, നമുക്കറിയാത്ത കാര്യം, പുള്ളിക്ക് അറിവും ഞാനും ഉള്ളതുകൊണ്ട് പുള്ളി നമ്മളെ വെച്ച് പൈസ ഉണ്ടാക്കുന്നു. അപ്പം ഞാൻ നോക്കുമ്പോൾ ആഡ്സെൻസ് അക്കൗണ്ട് അങ്ങനെ പെട്ടെന്ന് എല്ലാവർക്കും കിട്ടുന്നൊരു കാര്യമല്ല. അപ്പം പിന്നെ നമ്മൾ ഇതെങ്ങനെങ്കിലും ഒപ്പിക്കണം എന്നൊരു സ്ഥലത്ത് ഇറങ്ങി തിരിച്ച് ഒരു ആഡ്സെൻസ് അക്കൗണ്ട് ഉണ്ടാക്കാന്നുള്ള കാര്യത്തിൽ നമ്മൾ നോക്കി. മനസ്സിൽ ലഡു പൊട്ടി, എന്തായാലും ആഡ്സെൻസ് ഉണ്ടാക്കാൻ പറ്റിയോ? ഉണ്ടാക്കാൻ പറ്റി. അതൊരു ആഡ്സെൻസ് അക്കൗണ്ട്, പിന്നെ 4 ആഡ്സെൻസ് അക്കൗണ്ട് ആക്കി. അതെങ്ങനെ അത് കിട്ടാൻ എന്തായിരുന്നു അന്നത്തെ ക്രൈറ്റീരിയ? അന്നൊരു എനിക്ക് ഇങ്ങനെ റെഫറൻസ് വഴി ഒരാളുണ്ട്, പുള്ളിക്ക് ഇത്രയും പൈസ കൊടുത്താൽ പുള്ളി ആഡ്സെൻസ് അക്കൗണ്ട് തരാമെന്ന് പറഞ്ഞിട്ട് കിട്ടി. പുള്ളിക്ക് പൈസ കൊടുത്താൽ മതി, അക്കൗണ്ട് പുള്ളി തരും. നമ്മൾ കൊടുക്കുന്ന ജിമെയിലോട്ട് പുള്ളി ആഡ്സെൻസ് അക്കൗണ്ട് ആക്കി തരും. അപ്പം വേറെ ഒന്നും അറിയേണ്ട ആവശ്യമില്ല. അപ്പം പുള്ളിക്ക് പൈസ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ തന്ന പൈസ ഞാൻ ഇദ്ദേഹത്തിന് കൊടുത്തിട്ട് ആഡ്സെൻസ് അക്കൗണ്ട് മേടിച്ചു. ആദ്യത്തെ കച്ചവടം ചെയ്യാണ്. സക്സസ് ആയോ അത്? അത് ആഡ്സെൻസ് അക്കൗണ്ട് അങ്ങനെ മേടിച്ചു. അപ്പം ഈ വെബ്സൈറ്റിനുണ്ടാകാൻ അന്ന് പൈസയുള്ള ചിലവാണ്. അപ്പോൾ ഈ ഒരു പരിപാടിക്ക് വെബ്സൈറ്റ് വേണമെന്നില്ല. ഇന്ന് ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ബ്ലോഗ് സ്പോട്ട് എന്നൊരു സംഭവമുണ്ട്. സെക്കൻഡ്സ് കൊണ്ട് നമുക്ക് ഒരു വെബ്സൈറ്റ് പോലെ ഇരിക്കുന്ന ബ്ലോഗ് സ്പോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഗൂഗിളിൻ്റെ തന്നെ ഒരു ഇതാണ്. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ ഈ ടൈപ്പ് ഓഫ് ആർട്ടിക്കിൾസ് എഴുതിയിട്ട് നമുക്ക് ആഡ് പ്ലേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ആഡ് പ്ലേസ് ചെയ്ത് നമ്മുടെ പേജ് ത്രൂവും പിന്നെ ഫേസ്ബുക്ക് ഗ്രൂപ്പ് ത്രൂ നമ്മളിത് പ്രൊമോട്ട് ചെയ്ത് നല്ല റവന്യൂ ആ സമയത്ത് ഒരു ആദ്യത്തെ എൻ്റെ 8ാം ക്ലാസ്സിലാണ്. അന്ന് ഇതൊക്കെ അപ്പോഴത്തേക്ക് ഒരു 10ാം ക്ലാസ് എത്തി. എത്ര കാശ് ഒപ്പിച്ചു? ഫസ്റ്റ് എൻ്റെ പേ ഔട്ട് വരുന്നത് 10,000 രൂപയായിരുന്നു. എന്ന് വെച്ചാൽ ഒരു $160 ആയിരുന്നു. ഓക്കെ. അത് കൂടിയ അത് പിന്നെ എനിക്ക് തോന്നുന്നു ഒരു $700 വരെ ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് വന്നിട്ടുണ്ട്. സ്കൂളിലൊക്കെ റിച്ച് ആയിട്ടുള്ള മനുഷ്യനാണ്. അങ്ങനെ അപ്പം റിച്ച് എന്ന് വെച്ചാൽ അങ്ങനെ വലിയ ഇതൊന്നും ആയിട്ട് ഞാൻ കാണിച്ചില്ലെങ്കിലും അപ്പം ഒരു +1 പഠിക്കുമ്പോൾ ഞാൻ സ്വന്തമായിട്ട് ബൈക്ക് മേടിച്ചു പണം ഉപയോഗിച്ചിട്ട്. ഏത് ബൈക്കായിരുന്നു വാങ്ങിയത്? അത് TVSന്റെ അപ്പാച്ചി RTR 180 അപ്പാച്ചി മേടിച്ചു. അത് കഴിഞ്ഞിട്ട് ഇതിൽ നിന്നൊരു വരുമാനം കിട്ടി തുടങ്ങിയല്ലോ. അപ്പം ഞാനെന്ന് വെച്ചാൽ ഇത് നമുക്ക് ഇപ്പം ഞാൻ ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രയും പൈസ വരുന്നത്. അപ്പം ഞാൻ വെച്ചാൽ ഈ വ്ളോഗ് സ്പോട്ട് ഉണ്ടാക്കാൻ വലിയ പണിയില്ല. എൻ്റെ കയ്യിൽ ഓൾറെഡി 4 ആഡ്സെൻസ് അക്കൗണ്ടും ഉണ്ട്. അപ്പം ഞാൻ കുറച്ച് വ്ളോഗ് ഉണ്ടാക്കിയിട്ട് എൻ്റെ കുറച്ച് ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്യാൻ കൊടുത്തു. അവർക്ക് എവിടെ വന്ന് ഷെയർ ചെയ്തിട്ട് ആൾക്കാരെ കയറ്റാം. കാരണം നമുക്കിത് അറിയാൻ പറ്റും, ഇന്ന വ്ളോഗ് സ്പോട്ടിന് എത്ര റവന്യൂ വന്ന് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഞാനിങ്ങനെ കുറച്ച് എൻ്റെ ഫ്രണ്ട്സിന് കൊടുത്തിട്ട് അവരിത് ഇങ്ങനെ ചെയ്യാൻ കൊടുത്തു. അപ്പോൾ അതൊരു പെർസെൻറ്റേജ് കണക്കിൽ എനിക്ക് 60%, അവർക്ക് 40% രീതിയിൽ. അപ്പോൾ നമ്മൾ 60 കയ്യാളി. ഒരു വരുമാന മാർഗ്ഗം. അപ്പോൾ അവർക്കും അത് ഭയങ്കര കാര്യമായിരുന്നു. ചിലവർ ചിലപ്പം ഭയങ്കര റവന്യൂ ഉണ്ടാക്കിയവരുണ്ട് ആ സമയത്ത്. ഒരു +2 പഠിക്കുന്ന സമയത്താണ്. +1. എന്നാലും അതിന് പരമാവധി ഒരു ഇൻകം എത്രയായിരുന്നു? ഒരു മാസം എത്രയൊക്കെ വരെ അതിൽ നിന്ന് ഒപ്പിച്ചിട്ടുണ്ട്? ആ ഒരു ടൈമിൽ നമുക്ക് ഇങ്ങനെ പോലെ ഒരു 50 to 1 lakh ₹1,00,000 വരുമാനമുള്ള ഒരാളായി മാറി. അപ്പോൾ അന്നേ തീരുമാനിച്ചോ ഇനി എൻ്റെ മേഖല ഇതായിരിക്കുമെന്ന് അന്നേ ഡിസൈഡ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത്? അതോ ഇതൊരു താൽക്കാലിക സെറ്റപ്പായിട്ടാണ് കണ്ടത്? താൽക്കാലിക സെറ്റപ്പ് എന്ന രീതിയിലാണ്. കാരണം അന്ന് നമുക്ക് ഇങ്ങനെ വേറെ ഇത് ഫ്യൂച്ചറാണെന്നോ ഒന്നും അറിയത്തില്ല. നമുക്ക് ഒരു ദാരിദ്ര്യം പിടിച്ച ഒരു ഫാമിലി എന്ന് വെച്ചാൽ അങ്ങനെ ദാരിദ്ര്യം പിടിച്ച ഫാമിലി എന്ന് പറയാൻ പറ്റില്ല. അപ്പം പട്ടാളത്തിലായിരുന്നു. അപ്പം പപ്പ പെട്ടെന്ന് അപ്പൻ്റെ ഒരു അസുഖം കാരണം പെട്ടെന്ന് റിട്ടയർ ചെയ്യേണ്ടി വന്നു. എന്താ സാർ? ഡിസ്കിന് കംപ്ലൈൻറ്റ് വന്നിട്ട് പെട്ടെന്ന് അവർ ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുമ്പ് അപ്പന് റിട്ടയർ ചെയ്യേണ്ടി വന്നു. അപ്പോൾ അപ്പന് ഇതുവരെ പെൻഷൻ കിട്ടുന്നില്ല. 17 കൊല്ലം ഉണ്ടായിരുന്നു പട്ടാളത്തിൽ. അപ്പോൾ ഇതുവരെ ഒരു പെൻഷൻ കിട്ടിയില്ല. അപ്പോൾ പെട്ടെന്ന് അപ്പൻ ഇങ്ങനെ വരുന്നു. പിന്നെ വയ്യ എന്നിട്ട് പിന്നെ കൃഷിക്ക് പോകുന്നു. അപ്പം നമുക്കറിയാം നമ്മുടെ സിറ്റുവേഷൻ എന്താണെന്ന്. അപ്പം പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ ഒരു എമൗണ്ട് വരുമ്പോൾ നമ്മളത് മാക്സിമം നമുക്ക് ആ റവന്യൂ എടുക്കാന്നുള്ള കാര്യത്തിലാണ് നമ്മൾ നിന്നിട്ടുള്ളത്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് +2 പഠിക്കുന്ന സമയത്ത് ഞാൻ ടൂറിന് പോയി വന്ന സമയത്ത് പെട്ടെന്ന് ഈ 4 ആഡ്സെൻസ് അക്കൗണ്ടും ബാൻഡായി.
അത് നമ്മളത് കുറച്ച് ലൂപ്പ് ഹോൾസ് വഴിയാണ് നമ്മൾ ഈ റവന്യൂ ക്രിയേറ്റ് ചെയ്തത്. കാരണം വെച്ചാൽ അന്ന് ഫേസ്ബുക്കിലാണെങ്കിൽ ഈ ആഡ്സൻസിലാണെങ്കിൽ കുറേ ലൂപ്പ് ഹോൾസ് ഉണ്ടായിരുന്നു. കാരണം അന്നത്തെ ഒരു കാലം 2014 ഒരു കാലഘട്ടത്തിലാകുമ്പോൾ ഫേസ്ബുക്കിലൊക്കെ നമുക്കൊരു ലിങ്ക് ഷെയർ ചെയ്തിട്ട് ആ ലിങ്കിൽ നമുക്ക് തംബ്നെയിലും ക്യാപ്ഷനും വരെ നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് വേറെ രീതി ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പം കുറേ ലൂപ്പ് ഹോൾസ് ഉള്ളതുകൊണ്ട് ഫേസ്ബുക്കും ഇവരൊക്കെ കുറച്ച് ഇങ്ങനെ അഡ്വാൻസ് ആയിക്കൊണ്ടിരിക്കുന്നതനുസരിച്ച് അവർ കുറേ കാര്യങ്ങൾ ലിമിറ്റ് ചെയ്തപ്പോൾ ഈ കാര്യങ്ങളിൽ നമുക്ക് പണി കിട്ടി. അപ്പോൾ സ്ഥിരമായി കിട്ടിയ ഒരു വരുമാനമാണല്ലോ നിന്ന് പോകുന്നത്. അപ്പം അതിൽ നിന്ന് പിന്നീട് എന്താ ചെയ്തത്? കാരണം അപ്പം ഈ പറഞ്ഞ പോലെ നമ്മൾ അന്ന് നമുക്ക് ഈ സേവ് ചെയ്യാനൊന്നും അറിയത്തുമില്ല. ഉള്ള പൈസ നമ്മൾ അന്നത്തെ അറിവില്ലാത്ത പ്രായത്തിൽ നമ്മൾ മറ്റേ സ്റ്റോക്ക് മാർക്കറ്റിൽ പൈസ ഇട്ട് ഉള്ള പൈസ കളഞ്ഞു. അപ്പം ഒന്നും നമുക്ക് ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. അപ്പോഴാണ് നമ്മൾ പെട്ടെന്ന് കോളേജിൽ കയറേണ്ട സമയമായിരുന്നു. അപ്പം ഞാൻ കോളേജിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ഒരു പൈസയില്ല, വീട്ടിലും പൈസ ഇല്ല, കാലിയായി. അപ്പം എനിക്ക് ഓർമ്മയുണ്ട്, അമ്മേൻ്റെ താലിമാല പണയം വെച്ചിട്ട് ആ പൈസ കൊണ്ടാണ് ആദ്യത്തെ ഫസ്റ്റ് ഇയറിലെ എമൗണ്ട് കൊടുക്കുന്നത്. അപ്പം ആ പൈസ കൊടുക്കുമ്പോഴും എനിക്കറിയത്തില്ല ഇത് എന്താവുമെന്ന് അറിയാത്ത സിറ്റുവേഷനാണ്. കാരണം നമ്മളൊരു സേവിങ്സ് ഇല്ല, ഇത്രയും പൈസ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷേ നമ്മളതിൽ ഒന്നുമില്ല. തോറ്റുപോയൊരു സാഹചര്യം മനസ്സിൽ വന്നു. കാരണം നമ്മൾ മംഗലാപുരത്താണ് ഞാൻ കോളേജിൽ പോകുന്നത്. അപ്പം അവിടെ റൂം റെൻ്റ് ഔട്ട് എടുക്കുന്നതിനുള്ള പൈസ പോലും ആകെ 30,000 രൂപയാണ് മാല പണം വെച്ചിട്ട് കിട്ടിയത്. അത് കോളേജിൽ ഫീസായിട്ട് കൊടുത്തു, പിന്നെ ഒരു പൈസ ഇല്ല. അപ്പം പെട്ടെന്ന് അവിടെ ഫ്രണ്ട്സിൻ്റെ റൂമിൽ 2 ദിവസത്തേക്ക് നിന്നു. പിന്നെ എൻ്റെ ഒരു ലാപ്പുണ്ട്, ആ ലാപ്പിലെടുത്തതെന്നൊക്കെയാണ് പെട്ടെന്ന് ഫേസ്ബുക്ക് ഇൻസ്റ്റാൻറ്റിക്കിൾസ് എന്ന സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എന്ന് വെച്ചാൽ ഈ പറഞ്ഞ ആഡ്സൻസിൻ്റെ വേറെ ഫേസ്ബുക്കിൻ്റെ ഫോർമാറ്റാണ് ഫേസ്ബുക്ക് ഇൻസ്റ്റാൻറ്റിക്കിൾസ് എന്ന് പറഞ്ഞിട്ട്. അതിൽ അത് ജസ്റ്റ് തുടങ്ങി നോക്കി, അതും സക്സസ് ആയി. അത് ഈ പറഞ്ഞ റേഷ്യോൻ്റെക്കാട്ടും നല്ല രീതിയിൽ നമുക്ക് ഫേസ്ബുക്ക് കൂടുതൽ കാശ് കൊടുക്കുന്ന കാലമാണ്. നല്ല രീതിയിൽ കൊടുക്കുന്ന ഒരു കാലമായിരുന്നു. അപ്പം നല്ല രീതിയിൽ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ സാധിച്ചു. എല്ലാ മന്തും നമുക്ക് ഒരു 1.5 ലക്ഷം വെച്ച് കിട്ടാൻ തുടങ്ങിയ ഒരു സമയം ഉണ്ടായിരുന്നു. മാലയൊക്കെ എടുത്തു കൊടുത്തോ? മാലയൊക്കെ എടുത്തു കൊടുത്തു. മാല തിരിച്ചെടുത്ത് കൊടുത്തു. സ്വന്തമായിട്ട് ഒരു റൂമിലോട്ട് മാറി. അപ്പോഴും ഒരു 1.5 കൊല്ലമാണ് ഇതിൻ്റെ ഒരു കാലം ഉണ്ടായത്. ഒരു സെക്കൻഡ് ഇയർ പഠിച്ച് പകുതിയാകുമ്പോഴത്തേക്കും ഈ ഇൻസ്റ്റന്റ് ആർട്ടിക്കിളിൻ്റെ കാലം ഏകദേശം തീരാനായ രീതിയിൽ നിൽക്കുമ്പോഴാണ് ഫേസ്ബുക്ക് തന്നെ ഈ വീഡിയോയിൽ പരസ്യം കൊണ്ടുവന്ന കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇൻസ്ട്രീം ആഡ്സ് എന്ന് പറയും, അത് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിപ്പോഴും ഉണ്ടല്ലോ? അതിപ്പോഴും ഉണ്ട്. ഇപ്പോൾ അതിൻ്റെ റവന്യൂ ഒക്കെ ഭയങ്കര കുറവാണ്. അന്ന് പക്ഷെ നല്ല റവന്യൂ ആയിരുന്നു. ആ സമയത്താണ് ഈ ടിക്ടോക്ക് ഒക്കെ നിൽക്കുന്ന സമയം. അപ്പം നമ്മൾ ഈ ഫേസ്ബുക്കിൽ വീഡിയോ ഇടണമെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് വീഡിയോ വേണം. അപ്പം നമുക്ക് വീഡിയോ ഉള്ള നമുക്ക് മാർഗ്ഗമില്ല. നമ്മുടെ ഷൂട്ട് ചെയ്യാൻ എക്യുപ്മെന്റ്സും ഇല്ല. ഷൂട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഫ്രണ്ടിൽ നിന്നിട്ട് നിൽക്കാനുള്ള ഇതുമില്ല, ധൈര്യമില്ല, കഴിവും ഉണ്ടാവുമായിരിക്കാം, എന്നാലും നമുക്ക് ധൈര്യമില്ലായിരുന്നു. അല്ലെ അങ്ങനെ ആ സമയത്ത് അങ്ങനെ സ്വന്തമായിട്ട് വ്ളോഗ് ചെയ്യുന്ന നമുക്കറിയത്തില്ലേ. പക്ഷെ ഇത് സ്ഥിരമായിട്ട് വീഡിയോ ഇടണമല്ലോ. അപ്പം ഞാൻ നോക്കുമ്പോൾ എന്ത് ചെയ്തു, ഈ ടിക്ടോക്ക് വീഡിയോസ് ഇല്ലേ, അന്ന് ടിക്ടോക്ക് വീഡിയോസ് 15 സെക്കൻഡ് to 30 സെക്കൻഡ് ചെറിയ വീഡിയോസ് ആയിരുന്നു. അപ്പോൾ ഈ ഫേസ്ബുക്കിൽ വീഡിയോ ആഡ് വരണമെങ്കിൽ മിനിമം 3 മിനിറ്റ് വേണം. അപ്പം ഞാൻ വെച്ചാൽ ഈ ടിക്ടോക്കിൽ ഒരുപാട് ലക്ഷക്കണക്കിന് വീഡിയോസ് ഉണ്ടല്ലോ. അപ്പോൾ ഈ വീഡിയോസ് മൊത്തം ഡൗൺലോഡ് ചെയ്തിട്ട് ഒരു 3 മിനിറ്റ് കമ്പൈൻ ചെയ്തിട്ട് ഒരു സിംഗിൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ട് ഡെയിലി ഒരു 10, 15, 20 വീഡിയോസ് വരെ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. എന്ത് പേരിലായിരുന്നു പേജ്? എന്തായിരുന്നു? അന്നാണ് നമ്മൾ ആ പേജിന് ഒരു പേരിട്ട് ഷാജി പാപ്പൻ എന്നൊരു പേരിട്ടത്. ഷാജി പാപ്പൻ ആടൊക്കെ ഇറങ്ങിയ വർഷമാണോ? ആടിറങ്ങി കുറെ കഴിഞ്ഞിട്ടുള്ള സമയത്തായിരുന്നു. അപ്പോൾ ഒരു ക്യാരക്ടറിന് പണ്ടേ ആടിറങ്ങിയ സമയത്ത് ഇട്ടൊരു പേരാണ് ഷാജി പാപ്പൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ആ പേജിൽ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഈ വീഡിയോസ് മൊത്തം അതിൽ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. അപ്പം റവന്യൂവിൻ്റെ ഒരു വലിയൊരു ഇത് വരാൻ തുടങ്ങി. നമുക്ക് ഏകദേശം ഒരു മിനിമം ഒരു 3 ലക്ഷം തൊട്ട് ഒരു 7 ലക്ഷം രൂപ വരെ റവന്യൂ ഒരു കോളേജ് സെക്കൻഡ് ഇയർ പഠിക്കുമ്പം വരാൻ തുടങ്ങി. രാജാവായി. അപ്പം വീടെന്നൊരു സാധനം ഭയങ്കരമായിട്ടൊരു സ്വപ്നമായിരുന്നു. കാരണം ഞാനൊരു ഈ പറഞ്ഞ 7-6 പഠിക്കുന്ന സമയത്ത് നമ്മൾ ഈ ആർട്സ് റവന്യൂ ഒക്കെ വരുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഒരു എന്താ പറയണ്ടേ, നമ്മൾ വാടക വീട് പോലും ഇല്ലാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പം സ്വന്തമായിട്ട് പറമ്പ് ഒരു റബ്ബർ തോട്ടം മാത്രമുള്ള സമയം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ വേറൊരു വീട്ടിലോട്ട് മാറാൻ വേണ്ടി നിൽക്കുമ്പം വേറൊരു വീട് മേടിച്ചു. അപ്പനും അമ്മയും കൂടെ ഒരു വീട് മേടിച്ചു, ചെറിയൊരു വീട്. അപ്പോൾ ആ വീട്ടിൽ പറഞ്ഞാൽ ആ വീട്ട് ഓണേഴ്സ് അവർക്കൊരു 3 മാസം സമയം വേണമെന്ന് പറഞ്ഞു വീട് മാറാൻ. പൈസ മൊത്തം അവർക്ക് കൊടുത്തു. എന്നിട്ട് തന്നെ അവർ പറഞ്ഞൊരു 3 മാസം സമയം വേണം.
എന്നാലാണ് അവർക്ക് വീട് വാങ്ങാൻ പറ്റുള്ളൂ എന്നൊരു ഇത് പറഞ്ഞു. അപ്പോൾ അതൊന്ന് പെട്ടെന്ന് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനായിട്ട് അപ്പം ഞാൻ എൻ്റെ ഒരു ആൻറ്റീൻ്റെ വീടും അപ്പനും അമ്മയും ആ റബ്ബർ തോട്ടിലൊരു ഷീറ്റ് വരെ വെച്ചിട്ട് മരങ്ങൾക്കിടയിൽ ഇങ്ങനെ ഇതൊക്കെ കെട്ടിയിട്ട് അവരൊരു വീട് വെച്ചു. വീട് വെച്ചാൽ വീടല്ല, ഒരു ഷെഡ് പോലെ. പോകുന്നൊരു സാഹചര്യമായിരുന്നു. അപ്പം ഇങ്ങനെ വെള്ളിയാഴ്ചയും ശനിയാഴ്ച മാത്രം അവരെ കാണാൻ വേണ്ടി ഒരു എത്ര വയസ്സ് പ്രായമുള്ളപ്പോഴാണ്? ആ ഒരു 6ാം ക്ലാസ് പ്രായം, ഏകദേശം എത്ര പ്രായം ഉണ്ടാവും, ഒരു 12 13 വയസ്സുള്ള സമയത്ത്. അപ്പം വീട് വേണമെന്നല്ല, എല്ലാവരും ഒരുമിച്ചുണ്ടാകുമ്പോൾ ഒരു ഫാമിലി വന്ന് മകനാണ്. ഞാൻ ഒറ്റമോനായിരുന്നു 10ാം ക്ലാസ് പഠിക്കുന്നവരെ. അത് കഴിഞ്ഞിട്ടൊരു അനിയത്തി ഉണ്ടായി. അപ്പോൾ ശരിക്കും ഭയങ്കര വിഷമമായി, ഒറ്റപ്പെട്ടു പോയി. അപ്പോൾ എങ്ങനെയെങ്കിലും എല്ലാവരും ഒരുമിച്ച് വരണമെന്നൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെ പിന്നെ ആ ഒരു വീട്ടിലോട്ട് മാറി. ഇപ്പോഴും ആ വീടെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു കുഗ്രാമത്തിൽ അങ്ങ് അറ്റത്തുള്ളൊരു വീടായിരുന്നു. ഒരു പ്രോപ്പർ ഇൻ്റർനെറ്റ് കണക്ഷൻ പോലും ഇല്ലാത്തൊരു വീടായിരുന്നു. അപ്പം എനിക്ക് ഭയങ്കര ഇതായിരുന്നു സ്വന്തമായിട്ടൊരു വീട് വേണമെന്നുള്ള. അങ്ങനെയാണ് അപ്പം ആദ്യം നമുക്ക് കിട്ടുന്ന. അപ്പം എൻ്റെ കയ്യിൽ ഈ പറഞ്ഞ എമൗണ്ട് വന്നപ്പോൾ, 7 ലക്ഷം രൂപ എമൗണ്ട് വന്നപ്പോഴത്തേക്കും ഒരു പൈസ കൊടുത്ത് ഒരു വീട് മേടിച്ചു. 7 ലക്ഷം വീട് കിട്ടത്തില്ല, ആ ഒരു റേഞ്ച് പൈസ വന്നപ്പോഴത്തേക്കും പിന്നെ അവർക്ക് ആ വീട് ഓണറും നമ്മളോട് സഹകരണം ഉണ്ടായിട്ട് മന്ത്ലി തന്നാൽ മതി, ഒരു 6 മാസം കൊണ്ട് തന്നാൽ മതി എന്നൊരു രീതി വന്നപ്പോഴത്തേക്കും വീടായി. ജീവിതത്തിൽ ആദ്യമായിട്ട് വിജയിക്കുകയും കരയുകയും ചെയ്തെന്നായിരിക്കും. അതെ, അത് ഭയങ്കര ഒരു പ്രൗഡ് മൂമെന്റ് ആയിരുന്നു. അതാണ് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂമെന്റ്. അതെ അതെ. അവിടെ നിന്ന് ഇത്രയും ഫണ്ടൊക്കെ കിട്ടി. ഇപ്പൊ അന്ന് വന്നതിൽ നിന്ന് ആ +2 കാരിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ സേവ് ചെയ്യാൻ പഠിക്കുകയാണ്, വീട് വാങ്ങാൻ പഠിക്കുന്നു, ഒരു ഷാജി പാപ്പൻ എന്ന് പറയുന്ന ഒരു പേജ് ഉണ്ടാക്കുന്നു. ആ യാത്ര പിന്നീട് എങ്ങനെയാണ് വീണ്ടും മുന്നോട്ട് പോകുന്നത്? കാരണം ഷാജി പാപ്പൻ അല്ല എന്ന് കയ്യിലുള്ളത്, വേറൊരു ബ്രാൻഡും കൂടെ ഡെവലപ്പ് ആകുന്നുണ്ട്. അതെങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ഈ പറഞ്ഞ സ്ട്രഗിൾസ് എല്ലാ ടൈമും ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ ആഡ്സൻസ് അക്കൗണ്ട് ബാൻഡായി, പിന്നെ ഇൻസ്ട്രീം അതും ബാൻഡായി, പിന്നെ ഈ ഇപ്പോഴത്തെ ഇതെന്ന് പറഞ്ഞാൽ ഈ ഇൻസ്ട്രീം ആഡ്സ് എന്ന് വെച്ചാൽ വീഡിയോൻ്റെ ഫോർമാറ്റിലുള്ള റവന്യൂ ആണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോഴും നമുക്ക് പണിയായിട്ട് ടിക്ടോക്ക് ബാൻഡായി. ടിക്ടോക്ക് ബാൻഡാകുന്ന സമയത്ത് നമുക്ക് ഏറ്റവും നമുക്ക് ഇടാൻ പിന്നെ വീഡിയോസ് ഇല്ല. ടിക്ടോക്ക് രാജ്യദ്രോഹി ആയതോടെ നമ്മളും പെട്ടു. അതെ, കാരണം അന്നെന്ന് പറഞ്ഞാൽ ടിക്ടോക്ക് എന്ന് പറഞ്ഞാൽ ഈ ടിക്ടോക്കിൽ ഇടുന്ന വീഡിയോസ് നമ്മൾ ഫേസ്ബുക്കിൽ ഇടുമ്പം ഇന്നത്തെ പല വലിയ ക്രിയേറ്റേഴ്സും അന്ന് ടിക്ടോക്കിൽ വീഡിയോ ഇടുന്ന കാലമായിരുന്നു. അപ്പോൾ അവരെ നമ്മൾ വീഡിയോ ഫേസ്ബുക്കിൽ ഇടുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അവർ ഫേസ്ബുക്ക് ഫീച്ചേർഡ് ആയെന്ന് പറഞ്ഞിട്ട് നമുക്ക്, പക്ഷെ അവർക്ക് അറിയത്തില്ലായിരുന്നു അവരുടെ വീഡിയോസ് വെച്ച് നമ്മൾ റവന്യൂ ഉണ്ടാക്കുന്ന കാര്യം. അവർക്ക് സന്തോഷം, നമുക്ക് സന്തോഷം. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ടിക്ടോക്ക് ബാൻഡ് ആവുന്നത്. ടിക്ടോക്ക് ബാൻഡ് ആവുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പം ഇനി സ്വന്തമായിട്ട് പണിയെടുത്ത് വീഡിയോ ഉണ്ടാക്കിയാലാണ് നിൽക്കാൻ പറ്റുമെന്നുള്ളൊരു സമയം വന്നു. അപ്പോഴത്തേക്കും നമ്മൾ കോളേജ് കഴിയുന്ന സമയം ഈ കൊറോണയൊക്കെ വന്ന് കഴിയുന്ന സമയമാണ്. അപ്പം ഞാൻ ആദ്യം എന്താ ചെയ്യുന്നത് വെച്ചാൽ ആദ്യം ഒരു ക്യാമറ മേടിച്ചു. കിട്ടിയ കാശിൻ്റെ ക്യാമറ കയ്യിലാക്കി. ഇപ്പോഴും നമ്മുടെ ചാനലിൽ വൺ ഓഫ് ദ ക്യാമറ തന്നെയാണ്. അപ്പോൾ ആ ഒരു ക്യാമറ മേടിച്ചത് ഞാൻ ആദ്യം വിചാരിച്ചത് ഒരു കുക്കിംഗ് ചാനൽ തുടങ്ങാമെന്ന് വിചാരിച്ചു. അന്ന് ഈ ഫേസ് ഒന്നും കാണിക്കാതെ കുറച്ച് ഈ ഇംഗ്ലീഷ് റെഫറൻസ് ഒക്കെ ഉള്ള പോലെ കൈയും കാലും മാത്രം കാണിച്ചിട്ട് കുറച്ച് കുക്ക് ചെയ്യുന്ന രീതിയിൽ സാധനം വെച്ചിട്ട് ആദ്യം അമ്മേനെ കൊണ്ട്. ഒരു പേടി ഉണ്ടായിരുന്നു ആദ്യമായിട്ട് ക്യാമറയ്ക്ക് മുന്നിൽ വരണം, അതാണ് അങ്ങനെ ചിന്തിച്ചത്? അല്ല, എനിക്ക് കുക്ക് ചെയ്യാൻ അറിയത്തില്ലല്ലോ. അപ്പം അമ്മേനെ കൊണ്ട്, അതെന്ന് വെച്ചാൽ അന്നൊരു ഇംഗ്ലീഷ് റെഫറൻസ് ഉണ്ട്, അത് ഭയങ്കര ഹിറ്റായിട്ടുള്ള പേജ് ഉണ്ടായിരുന്നു. അപ്പം കാരണം അത് നമുക്ക് പ്രസന്റേഷൻ വേണമെന്നില്ല, നമ്മൾ ജസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പം നമുക്ക് ലാംഗ്വേജ് ബാരിയർ ഇല്ലാതെ ഭയങ്കര ഓഡിയൻസ് വരും. അപ്പം ആ ഒരു നോളജ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പം അങ്ങനെ ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തിൽ ഈ കുക്കിംഗ് ചാനൽ ചെയ്യാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്ത് ആദ്യം ഒരു വീഡിയോ ഷൂട്ട് ചെയ്തു. ഇത് വിചാരിച്ച പോലെ അല്ല, ഇത് നല്ല ടൈം എടുക്കുന്നൊരു പരിപാടി. ഷൂട്ട് ചെയ്യാൻ ഭയങ്കര ടൈം എടുക്കുന്നു, അത് എഡിറ്റ് ഞാൻ തന്നെ ചെയ്യണം. എനിക്കത് ഭ്രാന്തായി, കൈ നിൽക്കില്ലെന്ന് തോന്നുന്നു. അപ്പം 2-3 വീഡിയോ എടുത്തപ്പോഴത്തേക്ക് തന്നെ ഞാൻ ഒന്ന് മടുത്തുപോയി. അപ്പോഴത്തേക്കും ഇത് നടപ്പാവുന്ന പരിപാടിയല്ല, ഇത് ഇത്രയും എടുത്താലും ഇതിന് ഇത്രയും, കാരണം നമുക്ക് വേണ്ടത് മാക്സിമം ക്വാണ്ടിറ്റി ഓഫ് കോണ്ടന്റ്സ് ആണ് വേണ്ടത്. നമ്മൾ ഈ ഫേസ്ബുക്കിലോട്ടാണ് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. അപ്പം നമുക്ക് മാക്സിമം ക്വാണ്ടിറ്റി ഓഫ് കണ്ടന്റ്സ് വേണമെങ്കിൽ ഇതെന്ന് പറഞ്ഞാൽ ഒരു കണ്ടന്റ്, ഒരു കുക്കിംഗ് സാധനം ഒരു ദിവസം ഷൂട്ട് ചെയ്താൽ ഒറ്റ കണ്ടന്റ് ആവുകയുള്ളൂ, ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് നമുക്കൊരു, അപ്പോൾ ആരും ചെയ്യാത്തൊരു സാധനം ഈ പണ്ടും ഈ ഇൻ്റർവ്യൂസ് നമ്മളെ സാറ്റലൈറ്റ് ചാനലിലെല്ലാം വരുന്ന സാധനമാണ്, അവരുടെ ആയിട്ടുള്ള യൂട്യൂബ് ചാനലിലും വരുന്ന സംഭവമാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ എങ്ങനെ പോയാലും ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ ഇൻ്റർവ്യൂ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇൻ്റർവ്യൂ പക്ഷേ ഭയങ്കര വലിയൊരു ടാസ്ക്കുമാണ്.
ഒരു ബന്ധമില്ലാത്ത ഒരാൾ വന്നിട്ട് ഒരു സെലിബ്രിറ്റി ഇൻ്റർവ്യൂസ് അല്ലെങ്കിൽ ഇൻ്റർവ്യൂ എന്ന പരിപാടി തുടങ്ങാന്ന് പറഞ്ഞാൽ നടക്കില്ല. അപ്പം അങ്ങനെ ഒരു ഇത് വന്നപ്പോഴത്തേക്കും ഈ സിനിമ മൊത്തം കൊച്ചിയിലാണെന്നുള്ളൊരു നോളജ് വന്നപ്പം കൊച്ചിയിലോട്ട് സിനിമാക്കാരൊക്കെ കൊച്ചിയിലാണ്, സിനിമാക്കാരെ ഇന്റർവ്യൂ ചെയ്യണം, കൊച്ചിക്ക് വണ്ടി കയറി. സിനിമാക്കാരെ ഇന്റർവ്യൂ അങ്ങനെയൊന്നുമില്ല, എന്തായാലും കൊച്ചി വരാന്നുള്ള, കാരണം കൊച്ചി എപ്പോഴും ഒരു ഹാപ്പനിങ് സിറ്റിയാണ്. പിന്നെ ഈ കോളേജ് പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഒരു കമ്പനി പുള്ളിക്കുണ്ട്, സിനിമ റിലേറ്റഡ് കമ്പനി. അപ്പോൾ ഇന്റേൺഷിപ്പ് ചെയ്യാനായിട്ടൊക്കെ ഞാൻ പുള്ളീൻ്റെ കമ്പനിയിൽ വന്നിട്ടുണ്ട്. ഇന്റേൺഷിപ്പിൻ്റെ പേരിൽ ഞാൻ പുള്ളിയെ അടിച്ചു പൊളിക്കാനായിട്ട് വന്ന് പുള്ളീൻ്റെ കമ്പനി എനിക്ക് ഇന്റേൺഷിപ്പ് കയറി തന്നു. അപ്പം എനിക്കറിയാം കൊച്ചി എനിക്ക് അന്ന് തൊട്ട് ഭയങ്കര ഇഷ്ടമുള്ള സിറ്റിയായിരുന്നു. അപ്പം കൊച്ചിയിലോട്ട്, അപ്പം നമ്മൾ അത്യാവശ്യം ക്യാഷ് ഉണ്ട്, റെൻ്റ് എടുക്കാനായിട്ടും സേവിങ്സ് ഉണ്ടല്ലോ. അപ്പം ഒരു വീട് റെൻ്റ് എടുത്ത് ഞാൻ അവിടെ നിന്ന് എങ്ങനെ ചെയ്യാമെന്ന് മനസ്സിലാക്കി നിൽക്കുന്ന സമയത്ത് ഈ സിനിമയിലെ PROസിനെയൊക്കെ എങ്ങനെയൊക്കെയോ കോണ്ടാക്ട് ചെയ്ത് അവരെ ഇത് വെച്ചു. അപ്പം അന്ന് ഈ പ്രസ് മീറ്റ് അല്ലെങ്കിൽ ഈ ആർട്ടിസ്റ്റുകൾ വരുന്ന ഏരിയകളൊക്കെ വന്ന് ഞാൻ തന്നെ ക്യാമറ എടുത്ത് പോയി ഷൂട്ട് ചെയ്ത്, അന്ന് ഇൻ്റർവ്യൂസ് അല്ല, ഈ പ്രസ് മീറ്റ്, കോൺഫറൻസ് അല്ലെങ്കിൽ ഈ ഓഡിയോ ലോഞ്ചൊക്കെ വന്ന് ഷൂട്ട് ചെയ്ത് നമ്മളൊരു ചാനലിലോട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ നോക്കുമ്പം അങ്ങനെ ആ ചടങ്ങിലൊക്കെ പോകുമ്പോഴാണ് ഇത് കോർഡിനേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് PROs. അവരെ ഒന്ന് കോണ്ടാക്ട് ചെയ്ത് ഇങ്ങനെ ഇന്റർവ്യൂ ചെയ്യാൻ താല്പര്യമുണ്ടെന്നൊക്കെ പറഞ്ഞ് സഹായിക്കാനും സപ്പോർട്ട് ചെയ്യാനും ആരൊന്നുമില്ല, ചുമ്മാ അങ്ങനെ ചെല്ലുന്നു, എടുക്കുന്നു, പോരുന്നു, ഒറ്റയാൾ പട്ടാളം. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് അപ്പം ഒരു ക്യാമറമാനെ എനിക്ക് കിട്ടി. അപ്പോൾ ക്യാമറമാനിൻ്റെ കുറച്ച് കോണ്ടാക്ട്സും ഇതൊക്കെ വെച്ച് കുറച്ച് ആർട്ടിസ്റ്റുകൾ ആദ്യം എനിക്ക് വന്നു. ഞാൻ ആദ്യം നമ്മുടെ ചാനൽ ആദ്യത്തെ കണ്ടന്റ് ഒരു റിയാലിറ്റി ഷോയിൽ ഹിറ്റായ ഒരു അമ്മയും മോൻ്റെയും ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു. അത് ഷൂട്ട് ചെയ്തിട്ട് അത് ഫസ്റ്റ് ദിവസം തന്നെ 1 ലക്ഷം വ്യൂസ് വന്നു. കൊള്ളാലോ പരിപാടി. നമ്മളിത് ഫേസ്ബുക്കിന് വേണ്ടി എടുക്കുന്ന കണ്ടന്റ് ആണല്ലോ, അപ്പം നമ്മൾ ഒരിക്കലും യൂട്യൂബിന് വേണ്ടി ഞാൻ ചിന്തിച്ചിട്ടില്ല. അപ്പം ഞാൻ ഈ ഫസ്റ്റ് വീഡിയോ എടുക്കുന്ന സമയത്ത് പോലും, ഫസ്റ്റ് വീഡിയോ എഡിറ്റ് ചെയ്ത സമയത്ത് പോലും യൂട്യൂബ് ചാനലിലോ ഇല്ല, യൂട്യൂബ് ചാനലിൻ്റെ പേരും ഇല്ല. ഫേസ്ബുക്കിന് വേണ്ടി കണ്ടന്റ് ഇടാൻ വേണ്ടി എടുത്തു. അപ്പം ഞാൻ നോക്കുമ്പോൾ എന്താണ് ഇനി യൂട്യൂബിൽ ഇട്ടുകൂടെ. അപ്പം എനിക്ക് പെട്ടെന്ന് മൈൻഡിൽ വന്നൊരു പേരാണ് മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്ന് പറഞ്ഞിട്ട്. പ്രത്യേകിച്ച് വലിയ ലക്ഷ്യബോധത്തോടെ എനിക്ക് എമ്മി തുടങ്ങുന്ന കാര്യങ്ങൾ ഇഷ്ടമുള്ള ആളാണ്. പേര് എന്തായിരിക്കണം, എമ്മി വേണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ 2 ഇതിൻ്റെ വേർഡ്സിനും എമ്മിൽ അങ്ങ് തുടങ്ങി മൈൽ സ്റ്റോൺ മേക്കേഴ്സ് അങ്ങ് ഇട്ടു. ഷാജി പാപ്പന് ബദലായിട്ട് മറ്റൊരു ബ്രാൻഡും കൂടെ തുടങ്ങുകയാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഇതിൽ ഇട്ടു. അപ്പം ഫേസ്ബുക്കിലും അത്യാവശ്യം വ്യൂസ് വന്നു, അതനുസരിച്ച് യൂട്യൂബിലും വന്നു. അപ്പം കൊള്ളാമല്ലോ പരിപാടി എന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മൾ ആ ഫസ്റ്റ് വീഡിയോ റീച്ച് ആയതുകൊണ്ട് അടുത്തൊരാളെ വരുമ്പം അവർക്ക് ഇത് റെഫറൻസ് കൊടുക്കാനുള്ള റീച്ചുള്ള ഒരു ഇതാണെന്ന് മനസ്സിലാക്കി. അങ്ങനെ അപ്പം നമ്മൾ ആ രീതിയിൽ റീച്ച് ചെയ്ത് ആൾക്കാരൊക്കെ കോണ്ടാക്ട് ചെയ്ത് പിന്നെ തുടരെ ഇന്റർവ്യൂസ് ആണ് എടുത്തത്. പിന്നെ കുറച്ച് പേര് ഇങ്ങനെ ഇൻ്റർവ്യൂസ് എടുത്ത് പിന്നെ ഈ പറഞ്ഞ ഫിലിം പ്രൊമോഷന് നമ്മളെത്തി. കുറച്ച് ആർട്ടിസ്റ്റ്, നമുക്ക് മെയിൻ ആർട്ടിസ്റ്റുകൾ കിട്ടത്തില്ല, നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായതുകൊണ്ട്. ഇപ്പം മെയിനായിട്ടുള്ള ആർട്ടിസ്റ്റ് അല്ലാതെ താഴെയുള്ള ആർട്ടിസ്റ്റുകളെ ഇൻ്റർവ്യൂ എടുത്ത് നമ്മളാ കിട്ടുന്ന ആർട്ടിസ്റ്റുകൾ നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുക, എങ്ങനെ റീച്ചിലുള്ള കണ്ടന്റ്, എൻഗേജുള്ള കണ്ടന്റ് എത്തിക്കുക എന്നുള്ള ഐഡിയ നമുക്കുണ്ടായി. ആ ഐഡിയാസിൽ വർക്ക്, ആ സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്യും. നമ്മൾ ആ സമയത്ത് ഇപ്പം ഒരു ആർട്ടിസ്റ്റ് ഒന്ന് ഇരിക്കുകയാണെങ്കിൽ ആ ആർട്ടിസ്റ്റിനോട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സെലിബ്രിറ്റി ആർട്ടിസ്റ്റിനെ ഫോൺ വിളിച്ചിട്ട് ഇന്ന കാര്യം ചെയ്യിക്കുമോ എന്നൊക്കെ ചോദിക്കും. അപ്പം അത് ഭയങ്കര ഒരു ട്രെൻഡായി. അങ്ങനെ കുറേ കോൺസെപ്റ്റുകൾ കൊണ്ടുവന്നു. അന്ന് പിന്നെ ഈ ആർട്ടിസ്റ്റുകളോട് നമ്മൾ കുസൃതി ചോദ്യം ചോദിക്കുന്ന ഒരു സെഗ്മെന്റ് കൊണ്ടുവന്നു. ഇതൊക്കെ നിങ്ങളാണ് ആദ്യം ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. കുസൃതി ചോദ്യം നേരത്തെ റിമിറ്റോമി ഒക്കെ ചെയ്ത് വെച്ച സാധനമാണ്, പക്ഷെ ഒരു ഡിജിറ്റൽ ഫോർമാറ്റിലോട്ട് നമ്മൾ കൊണ്ടുവന്ന് അത് ഹിറ്റാക്കി, ആൾക്കാരൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഈ ഷോർട്സ് ഒക്കെ വന്ന് തുടങ്ങുന്ന സമയമായിരുന്നു. അപ്പം ഈ യൂട്യൂബ് ഷോർട്സ്, റീൽസ് ഒക്കെ ഭയങ്കരമായിട്ട് ട്രെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ ഈ ഷോർട്ട് വീഡിയോ ഫോർമാറ്റിലോട്ട് ഭയങ്കരമായിട്ട് നമ്മൾ പുഷ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ഭീകരമായിട്ടുള്ള സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും വരാൻ തുടങ്ങി. അപ്പോൾ അന്ന് അധികം ആൾക്കാരും ഈ ഷോർട്സിൽ ആർക്കും അങ്ങനെ ഈ മീഡിയ ഫോർമാറ്റിലുള്ള ആൾക്കാർ ഷോർട്സ് പ്രാധാന്യം ചെയ്തിട്ടില്ലായിരുന്നു, നമ്മൾ മാത്രമേ ചെയ്തിട്ടുള്ളായിരുന്നു. അന്ന് 2 lakh സബ്സ്ക്രൈബേഴ്സ് ഉള്ള അന്നത്തെ വലിയ 2 lakh അല്ലെങ്കിൽ 1 million സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഭീകരമായിട്ടുള്ള ആൾക്കാരെ നമ്മൾ കോമ്പീറ്റ് ചെയ്ത് അവരെ ബീറ്റ് ചെയ്തത് ഈ രീതിയിൽ നമ്മൾ ഒരു സാധനം ഡെവലപ്പ് ചെയ്ത് കണ്ടന്റ് ആ രീതി ഫോർമാറ്റ് ചെയ്ത് പുഷ് ചെയ്തുകൊണ്ടാണ്. നിങ്ങൾക്കാണെങ്കിൽ അറിയാലോ, പിന്നെ ഒരു സബ്സ്ക്രൈബേഴ്സ് ഒരു മെയിൻ ഘടകമാണ് ഷോർട്സ്. ഇപ്പൊ പക്ഷെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഇപ്പം കാരണം പണ്ടെന്ന് പറഞ്ഞാൽ ഷോർട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് വ്യൂവേഴ്സിന് ഇത് ഭയങ്കര കൗതുകമുള്ള സംഭവമായിരുന്നല്ലോ.
അപ്പം ഈ ചാനലിൻ്റെ പേരിൻ്റെ അവിടെ തന്നെ സബ്സ്ക്രൈബ് എന്ന് കാണുമ്പോൾ ചുമ്മാ ക്ലിക്ക് ചെയ്യുമായിരുന്നു. നല്ല കാലമായിരുന്നു. അതെ. ഞാനൊരു കാര്യം ചോദിച്ചു, 2021 ഏകദേശം മൈൽ സ്റ്റോൺ മേക്കേഴ്സ് തുടങ്ങുന്നത്. അതെ, 4 വർഷങ്ങൾ ഈ യാത്ര പിന്നിട്ടു. ഈ ഒക്ടോബർ 4-ന് 4 കൊല്ലം 4 കൊല്ലം ആഘോഷിക്കാൻ പോവുകയാണ്. ആഘോഷിച്ചു കഴിഞ്ഞു. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ 4 വർഷം കൊണ്ട് എന്ത് സമ്പാദ്യമാണ് മൈൽ സ്റ്റോണിന് ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഒക്കെ ആയിട്ടുള്ളത്? സമ്പാദ്യം എന്ന് വെച്ചാൽ നമ്മളൊരു വലിയൊരു ഗുഡ് വില്ല് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു. മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്നൊരു പേര് നമുക്ക് ഭയങ്കരമായിട്ട് 4 കൊല്ലം കൊണ്ട്, കാരണം ഈ പറഞ്ഞ ഇൻഡസ്ട്രിയിലുള്ള കോർപ്പറേറ്റ് കമ്പനീസ് അടക്കമുള്ള പല കമ്പനീസുകളും ഉള്ള ഒരു ഇൻഡസ്ട്രിയാണ്. അപ്പോൾ അവിടെ നമ്മൾ ഈ ഒരു പേര് ബിൽഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. അപ്പോൾ ആ ഒരു ഗുഡ് വില്ല് ക്രിയേറ്റ് ചെയ്തതാണ് എൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയാം. കാരണം ആ ഒരു ഇപ്പം നാളെ ഒരാൾ വന്നിട്ട് മൈൽ സ്റ്റോണിൽ ഇൻ്റർവ്യൂ കൊടുത്തെന്ന് പറയുമ്പം അവർക്കറിയാൻ പറ്റും ചാനൽ ഏതാണെന്നും അല്ല എന്താണോ അവിടെ എന്നറിയാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ആ മൈൽ സ്റ്റോൺ ഇപ്പം എന്നൊരു പേര് നമുക്ക് ഒരു ഗുഡ് വില്ലായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു. ഏകദേശം എത്ര ഫോളോവേഴ്സ് ഉണ്ട് എല്ലാം കൂടെ? നമുക്ക് ഏകദേശം ഒരു യൂട്യൂബിൽ തന്നെ 2 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. 2 മില്യൺ ഉണ്ട്. നിങ്ങളുടെ ഇൻഡസ്ട്രിയിൽ നിങ്ങൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ എന്ന് വേണമെങ്കിൽ പറയാമല്ലോ. ഉണ്ട്, ഇതിലുള്ളവരും ഉണ്ട്. മെയിനായിട്ടുള്ള രീതിയിൽ നമ്മൾ ഉണ്ടെന്ന് തന്നെ പറയാം. ഉണ്ടെന്ന് പറയാം. മറ്റെല്ലാ പ്ലാറ്റ്ഫോമുകളിലും ഇതുപോലെ തന്നെ റീച്ച് ഉണ്ട്. ഞാൻ ആദ്യം കാണുന്ന ഷാജി പാപ്പനാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് തുടങ്ങുന്ന സമയത്ത് നമ്മൾ ആദ്യം കാണുന്നത് എന്ന് തോന്നുന്നു അല്ലേ? ആ ഒരു കാലഘട്ടത്തിൽ തൊട്ടുള്ള പരിചയമാണ്. നിങ്ങളുടെ ഈ വളർച്ച കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. ഒരുപാട് മുന്നോട്ട് ഇപ്പോഴും പല ഇൻ്റർവ്യൂ ഇങ്ങനെ പേജുകളിലും കാര്യങ്ങളിലും ഒക്കെ വരാറുണ്ട്. ഭയങ്കര രസകരമായ ഞാനൊന്ന് പറയുകയാണെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ കോളേജ് പഠിക്കുന്ന കാലം തൊട്ട് എനിക്ക് ബിസിനസ് ഭയങ്കര ക്രേസ് ആയിരുന്നു. കാരണം ഈ ബിസിനസ് ആൾക്കാരുടെ ഇൻ്റർവ്യൂ കാണാൻ ഭയങ്കര, കാരണം അത് ഞാൻ ഷെഡ്യൂൾ ചെയ്ത് കാണുമായിരുന്നു. കാരണം അവരുടെ ലൈഫ് ജേർണി, അവരുടെ ഒരു എനിക്ക് ഭയങ്കര കൗതുകമായിരുന്നു. അപ്പം മെയിനായിട്ട് കണ്ടുവന്ന ഈ ചാനലായിരുന്നു സ്പാർക്ക് സ്റ്റോറീസ്. വളരെ സന്തോഷം. അപ്പോൾ ആ ചാനലിൽ വന്ന് ഇൻ്റർവ്യൂ എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ എൻ്റെ ഭയങ്കര ഒരു കാര്യമാണ്. ഞാൻ ഒട്ടും വിചാരിച്ചിട്ടില്ല ഞാനൊരു ഇവിടെ വന്നിരിക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ വളരുമെന്നോ. അതൊക്കെ എനിക്കും ഒരു പ്രൗഡ് മൊമെൻ്റ് ആണ്. തീർച്ചയായിട്ടും. ഇന്ന് ഒരുപാട് നേട്ടങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട്. നമ്മൾ ഈ നേട്ടങ്ങളൊക്കെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഈ ഒരു മേഖല ഭയങ്കര കോമ്പറ്റീഷനുള്ളൊരു മേഖല. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷനുള്ള മേഖലകളിൽ ഒന്നിലാണ് ഇന്നത്തെ ഒരു സ്ഥാപനം. അവിടെയാണ് ഒരു ബ്രാൻഡ് പടുത്തുയർത്തുന്നത്. അതുപോലെ തന്നെ പ്രശ്നങ്ങളും പറയാറുണ്ട് ആൾക്കാർ. ഇപ്പോൾ കണ്ടൻറ്റിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ അതൊരു പ്രശ്നമാണ് ഓൺലൈൻ മീഡിയ വരുമ്പോൾ എന്ന് പഴയ വ്യവസ്ഥാപിത പത്രങ്ങളൊക്കെ പറയാറുണ്ട്. എന്താണ് ഈ കണ്ടന്റ് ക്വാളിറ്റിയിൽ ഉണ്ടായിട്ടുള്ളൊരു ചേഞ്ച്? എന്താണ്? കഴിഞ്ഞ 4 വർഷമായിട്ടുള്ളൂ, എന്നാലും ഒരുപാട് ചേഞ്ച് കണ്ടിട്ടുമുണ്ട്. എന്താ അതിനെക്കുറിച്ച് പറയാനുള്ളത്? കണ്ടന്റ് ക്വാളിറ്റി എന്ന് പറയുമ്പം ഇപ്പം പണ്ടത്തെ ആൾക്കാർ ഒരു കണ്ടന്റിനോട് കാണുന്ന ഒരു രീതിയിലല്ല ഇപ്പോൾ ആൾക്കാർ ഒരു എൻ്റർടൈൻമെൻറ്റ് മേഖലയിലുള്ള കോണ്ടന്റിലോട്ട് അവരുടെ ഒരു വ്യൂവർഷിപ്പ് ഇമ്പാക്റ്റ്. കാരണം പണ്ടെന്ന് പറയുമ്പോൾ ഒരു ആർട്ടിസ്റ്റിൻ്റെ അവരുടെ സിനിമകൾ മാത്രം കേൾക്കാനും കാണാനും മാത്രമായിരുന്നു ആൾക്കാർക്ക് ഇഷ്ടമെങ്കിൽ ഇന്ന് കുറച്ചുകൂടെ പേഴ്സണലൈസ് ആയിട്ട് കാണാൻ ആൾക്കാർക്ക് കൂടുതൽ താല്പര്യപ്പെടുന്നുണ്ട്. പിന്നെ അന്നെന്ന് പറയുമ്പം ഒരു ആർട്ടിസ്റ്റിൻ്റെ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലത്തിൽ 1-2 ഒക്കെ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ആർട്ടിസ്റ്റിന് ഒരു വർഷം ഒരു 10 പടം ഉണ്ടെങ്കിൽ ഒരു പടത്തിന് തന്നെ ഒരു 20 ഇൻ്റർവ്യൂവിന് കൊടുക്കുന്നുണ്ടാവും. ഭയങ്കര നമ്പർ ഓഫ് ഇൻ്റർവ്യൂസ് ഭയങ്കര കൂടുതലാണ്. അപ്പം ആ കൂട്ടത്തിൽ നിന്ന് ഒന്ന് ശ്രദ്ധ കിട്ടണമെങ്കിൽ നമ്മൾ ആ രീതിയിൽ അത്യാവശ്യം ഒരു നല്ല കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്താലാണ്. എന്ന് വെച്ചാൽ ഒരിക്കലും ഞാൻ അതൊരു കോൺട്രവേഴ്സി കണ്ടന്റ് വേണമെന്ന് ഞാൻ പറയുന്നില്ല. അല്ലെങ്കിൽ അതിന് ഭയങ്കര ഒരു 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 ഡിഫറൻസ് ആയിട്ടുള്ള ഒരു സാധനം മതി കൊണ്ടുവരണം. ഈ കോൺട്രവേഴ്സി കണ്ടന്റ് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ചോദിക്കുന്നത്, നമ്മളിപ്പോൾ സന്തോഷ് വർക്കി, അലൻ ജോസ് പെരേര അല്ലെങ്കിൽ രേണു സുധി ഇങ്ങനെയൊക്കെയുള്ള ആളുകളുടെ കണ്ടന്റുകൾ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയ അടക്കി വാഴുന്നുണ്ട്. അതിനെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും ഉണ്ട്. അതിലൊരു ക്വാളിറ്റി ഇല്ലായ്മ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് അത്തരം കണ്ടന്റുകൾക്ക് ഇപ്പോൾ ഒരു മോഹൻലാലിൻ്റെ ഇൻ്റർവ്യൂവിന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സ്വീകാര്യത ചിലപ്പോൾ അലൻ ജോസിൻ്റെ ഒരു ചെറിയ സംഭവങ്ങൾക്ക് കിട്ടാറുണ്ട്, അല്ലെങ്കിൽ അത്രയും റീച്ച് കിട്ടാറുണ്ട്? മേ ബി അതുകൊണ്ടായിരിക്കുമല്ലോ പല ഓൺലൈൻ മാധ്യമങ്ങൾ ഇവരുടെയൊക്കെ പുറകെ പോകുന്നത്. എന്താ ആ ഒരു കണ്ടന്റിലേക്ക് പോകാനുള്ള, അല്ലെങ്കിൽ ആ ഒരു മേഖല അങ്ങനെ പോകാനുള്ളൊരു കാരണം എന്താണ്?
ഒരു റീസെൻ്റ്ലി അവർക്കുണ്ടാകുന്ന ഒരു വ്യൂവർഷിപ്പ് ഉണ്ടാവുമല്ലോ, അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നത് കൊണ്ടും ഉണ്ടാകുന്ന ഒരു ഇതാണ് ആയിരിക്കും. അല്ലാണ്ട് ഒരിക്കലും അവരും മോഹൻലാലായിട്ടൊന്നും ഞാൻ കമ്പയർ ചെയ്യുന്നതല്ല ഉദ്ദേശിച്ചത്. റീച്ച് കൂടുതൽ വരുന്ന ഇത്തരം കണ്ടന്റുകൾക്കാണ് ഞാൻ ഒരിക്കലും കമ്പയർ ചെയ്യുന്നില്ല. ഞാൻ അവർ കമ്പാരിസൺ പോയിന്റ് ഓഫ് വ്യൂവിൽ വെച്ചിട്ടല്ല പറയുന്നത്. എന്നിരുന്നാലും അത്തരം കോണ്ടന്റുകളാണ് നിങ്ങളെന്ന് ഞാൻ പറയുന്നില്ല, മറ്റ് പല ഓൺലൈൻ മീഡിയകളും കൂടുതൽ കൊടുക്കുന്നത്. അതിനെന്തെങ്കിലും ഒരു റീസൺ, റീച്ച് മാത്രമാണോ റീസൺ? നമ്മൾ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ്. ഇപ്പം ഒരാളുടെ ഇന്റർവ്യൂ എടുത്തു, അയാളുടെ ഇന്റർവ്യൂവിന് നല്ല റീച്ച് ഉണ്ടെങ്കിൽ പിന്നെ ആളുടെ ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി നമ്മൾ നോക്കുമല്ലോ. എടുത്തില്ലേ പോലും നമുക്കറിയാം ഇവർക്ക് റീച്ച് ഉണ്ട്, അല്ലെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇവർക്ക് റീച്ച് വരുന്നു ഉള്ളത് കൊണ്ട് നമ്മൾ പിന്നെ എടുക്കാൻ നോക്കുമല്ലോ. ആ ഒരു റീസൺ കൊണ്ട് തന്നെ ഈ പറഞ്ഞ മീഡിയാസ് ഈ പറഞ്ഞ ആൾക്കാരെ പിന്നെയും എടുക്കുന്നു. അവർക്ക് നമ്മളിപ്പം ഒരു കണ്ടന്റ് നമ്മുടെ ഫീഡിൽ വന്നു, നമ്മളത് ഇപ്പോൾ ലൈക്കോ കമൻറ്റോ ഒന്നും ചെയ്തില്ലെങ്കിൽ അതൊരു 30 സെക്കൻഡ് വീഡിയോ ആണെങ്കിൽ 30 സെക്കൻഡ് വീഡിയോ നമ്മൾ മൊത്തം ഒരു 16 സെക്കൻഡെങ്കിലും ആ വീഡിയോ കണ്ടാൽ പിന്നെ അവർ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് നമ്മൾ അൽഗോരിതം മാച്ച് ചെയ്ത് നമുക്ക് പിന്നെയും സജഷൻ വരും. അപ്പം അതുകൊണ്ട് നമുക്ക് ആ ടൈപ്പ് ആൾക്കാരോ അല്ല ആ ടൈപ്പ് ഓഫ് കണ്ടന്റ്സ് പിന്നെയും റീച്ച് വരുന്നതനുസരിച്ച് ഈ പറഞ്ഞ രീതിയിൽ ഇവർക്ക് പിന്നെയും റീച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വരുമാനം അതിൽ നിന്ന് ഉണ്ടാവുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇവർക്ക് ഈ റീസൺ റീച്ച് ഉള്ളതുകൊണ്ടായിരിക്കും ഇവരെ ഈ ബിഗ് പ്ലാറ്റ്ഫോം ലൈക്ക് ബിഗ് ബോസിൽ വരെ ഇവർ കണ്ടസ്റ്റന്റ് ആയിട്ട് പോകുന്നത് വരെ. ഇവരേടുമൊക്കെ ബിഗ് ബോസിൽ പോവുകയാണ് റീച്ചിന്റെ കാരണം കൊണ്ട് തന്നെയാണ്. പലപ്പോഴും അത് കുറ്റം പറയുന്നതിൽ അർത്ഥമില്ല. ആ റീച്ച് ഉണ്ടാക്കിയെടുക്കുന്ന അവരൊരു മിടുക്കാണെന്നും കൂടെ വേണമെങ്കിൽ പറയാലോ. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഒരു അറ്റൻഷൻ സീക്കിങ് ഉള്ളത് ഒരു പൈസ ഉണ്ടാക്കുന്നതിനെക്കാട്ടും ആൾക്കാർ ഒരു ഫെയിം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മാക്സിമം നോക്കുന്നൊരു കാലമാണ്. കാരണം എന്ത് രീതിയിലാണ്, രാഷ്ട്രീയമാണെങ്കിലും സിനിമയാണെങ്കിലും ഇൻഫ്ലുവൻസർ എന്ന രീതിയിലാണെങ്കിലും ഒരു ഫെയിം ക്രിയേറ്റ് ചെയ്യുന്നത് ഭയങ്കര ഒരു വലിയൊരു കാര്യമായിട്ട് കാണുന്ന ഒരു കാലത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ അതനുസരിച്ച് ക്രിയേറ്റ് ചെയ്യുന്നത് അത് അവരുടെ കഴിവ് തന്നെയാണ്. തീർച്ചയായിട്ടും. ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞപ്പോഴാണ് നിങ്ങളുടെ ആങ്കേഴ്സ് തന്നെ ബിഗ് ബോസിൽ എത്തിയിട്ടുണ്ട്. നിങ്ങളുടെ ഇവിടെ നിന്ന് ആങ്കർമാരായി വന്ന ഒട്ടനവധി ആൾക്കാർ ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അവരുടെ ചാനലൊക്കെ തുടങ്ങി അവർ നിങ്ങളോട് തന്നെ കോമ്പറ്റീറ്റ് ചെയ്യുകയാണോ എന്ന് എനിക്കറിയില്ല. മേ ബി അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? കാരണം ഒരുപാട് പേരുണ്ടല്ലോ, തുടങ്ങിയവരും വളർന്നവരുമായിട്ട് ഒരുപാട് പേരെ വളർത്തിയ ഒരു പ്രസ്ഥാനം കൂടിയാണത്. എന്താ അതിനെ എങ്ങനെയാണ് കാണുന്നത്? നമ്മുടെ ഒരു ആങ്കറായിരുന്നു ഷാരിക ഈ വർഷത്തെ ബിഗ് ബോസിൽ ഒരു ഇൻ്റർനാഷണൽ ഷോയാണ് ബിഗ് ബോസ്. അതിലൊരു പാർട്ടായിട്ട് ഷാരിക ഉണ്ടായിരുന്നു. അതിലിപ്പം നമ്മുടെ ഒരു പ്രോഗ്രാമായിരുന്നു ഹോട്ട് സീറ്റ് പ്രോഗ്രാമിൻ്റെ ആങ്കറായിരുന്നു ഷാരിക. അപ്പോൾ ആ ഹോട്ട് സീറ്റ് ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്തത് ബിഗ് ബോസിൽ ലാലേട്ടൻ വരെ നമ്മുടെ ഷോ എന്താണ്, നമ്മുടെ ഷോയിൻ്റെ നേച്ചർ എന്താണെന്ന് വരെ ലാലേട്ടൻ വരെ ബിഗ് ബോസിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രൗഡ് മൊമെൻ്റ് ആണ്. അതെ. അപ്പോൾ അതൊക്കെ നമ്മളെ സംബന്ധിച്ച് ഭയങ്കര വലിയൊരു കാര്യമായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ആങ്കേഴ്സ് ഇവിടെ ആങ്കറായിട്ടുള്ളവർ അവരായിട്ട് സ്വന്തമായിട്ട് ചാനൽ തുടങ്ങി അവരുടെ ഒരു ജേർണി കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം അവർക്കൊരു അങ്ങനത്തെ ഒരു കരിയറോ അല്ല അങ്ങനത്തെ ഒരു രീതിയിലൊരു റീച്ച് നമ്മൾ വഴി അവർക്ക് കിട്ടിയതിൽ നമുക്ക് നല്ലൊരു സന്തോഷമുണ്ട്. പുതിയ ആൾക്കാർ അത്തരത്തിൽ കൊണ്ടുവരാൻ ഇനിയും ഇഷ്ടപ്പെടുന്നുണ്ട്. ഒരുപാട് പേര് വരട്ടെ എന്ന് ഞാൻ പറയുകയാണ്. കാരണം അത്തരം ആളുകൾ വളർന്നു വരേണ്ടത് ആവശ്യകത കൂടിയാണല്ലോ. ഈ ഓൺലൈൻ മീഡിയ കോണ്ടന്റിൽ അത്ര നിലവാരം പുലർത്തുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് മറ്റ് പരമ്പരാഗത മാധ്യമങ്ങളെ പോലെ പല കാര്യങ്ങളും വിശകലനം ചെയ്യുന്നില്ല എന്നൊക്കെയുള്ളൊരു പരാതി പൊതുവെ മുതിർന്ന ജേർണലിസ്റ്റുകളൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? അവരുടെ ഒരു ചേഞ്ച് എങ്ങനെയാണ്? നിങ്ങളുടെ ഒരു പോക്ക് എങ്ങനെയാണ്? ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എനിക്ക് ശരിയാണെന്ന് തോന്നുന്നില്ല. കാരണം ഈ മെയിൻ സ്ട്രീം ചാനൽ വരെ നമ്മളെ അനുകരിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം അതിന് അവരെ കുറ്റം പറയാനും പറ്റത്തില്ല. കാരണം പണ്ടത്തെ ഒരു ഓഡിയൻസിൻ്റെ ഒരു വ്യൂ പോയിന്റ് അല്ല ഇപ്പോഴത്തെ ഓഡിയൻസിന്. അപ്പം ആൾക്കാർ ഈ കൊറോണയ്ക്ക് ശേഷം ഒരുപാട് രീതിയിൽ അവരുടെ പിന്നെ വ്യൂവർ മെൻറ്റാലിറ്റി മാറിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഈ മെയിൻ സ്ട്രീം ചാനൽസൊക്കെ നമ്മുടെ രീതിയിലോട്ട് മാറി എന്നാണ് എനിക്ക് പറയാൻ പറ്റും. കാരണം ഇപ്പം നമ്മൾ പണ്ട് ഒരു മൂവി പ്രൊമോഷൻ്റെ ഒരു സമയത്ത് ഈ പറഞ്ഞ മെയിൻ സ്ട്രീം ചാനൽസിൽ വന്നിട്ട് ഒരു ഇൻ്റർവ്യൂ എടുക്കുന്നത് പറഞ്ഞാൽ വളരെ ചുരുക്കമായിരുന്നു. അവർ വരാറില്ല, ഓൺലൈനിലാണല്ലോ എപ്പോഴും വരാറുള്ളത്. അതെ. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ഡിജിറ്റൽ മീഡിയയ്ക്ക് ഒരു ദിവസം പ്രൊമോഷൻ ആണെങ്കിൽ വേറൊരു ദിവസം അല്ലെങ്കിൽ അതിൻ്റെ ഉച്ച കഴിഞ്ഞിട്ടുള്ള സമയത്ത് സാറ്റലൈറ്റ് ചാനൽക്ക് ഇൻ്റർവ്യൂ ആയിരിക്കും ആ സെയിം സ്ഥലത്ത് തന്നെ, സെയിം ലൊക്കേഷനിൽ തന്നെ. അവരും നിങ്ങളെപ്പോലെ തന്നെ ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടി വന്നു തുടങ്ങി. അത്തരം ഒരു ഫോർമാറ്റിലേക്ക് ചേഞ്ച് ചെയ്യാണ്. പിന്നെ അവർക്ക് ഇപ്പം അറിയാം ഡിജിറ്റലിലുള്ള വ്യൂവർഷിപ്പും എത്രയാണെന്ന് അവർക്കറിയാം. അപ്പം നമ്മളെ പല ചാനലിലുള്ള ആങ്കേഴ്സിനെ വരെ അവർ ഹയർ ചെയ്ത്
ആ രീതിയിൽ അവർ കണ്ടന്റ് ഫോർമാറ്റ് ചെയ്തു വരുന്നവരുണ്ട്. അപ്പം ട്രഡീഷണൽ മാറി അവർ മോഡേൺ ആയിക്കൊണ്ടിരിക്കുകയെന്നാണ് എനിക്ക് പറയുന്നത്. കോർപ്പറേറ്റുകളൊക്കെ നിങ്ങളുടെ മേഖലയിലേക്ക് വന്നു തുടങ്ങി. അതെ, എല്ലാ ആൾക്കാരും ഈ ഒരു മാതൃക പിന്തുടരാണ്ട് രക്ഷയില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാവുന്ന ഒരു അവസ്ഥയുണ്ട്. അതെ. ഇപ്പം ഇങ്ങനെ തന്നെ നോക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ മീഡിയയിൽ നോക്കിയാൽ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കണ്ടന്റുകൾ കൊണ്ടുവന്ന ഒരു ചരിത്രം നമുക്ക് മൈൽ സ്റ്റോണിന് പറയാനുണ്ട്. അതിലേറ്റവും രസകരമായിട്ട് ആളുകളൊക്കെ ഓർത്തു വയ്ക്കുന്ന ഒന്നാണ് സുരേഷ് ഗോപിയുടെ ഇവൻ്റ്, കുഞ്ചാക്കോ ബോബൻ്റെ ഇവൻ്റ്. അത്തരം ഇവൻറ്റുകളും അതിൻ്റെ പിന്നിലെ സാധ്യതകളും എങ്ങനെയാണ് നിങ്ങൾ തിരിച്ചറിയുന്നത്? നമ്മൾ ഒരു ഇൻ്റർവ്യൂ ചാനലാണ്, പക്ഷെ നമ്മൾ അപ്പാർട്ട് ഫ്രം ദാറ്റ് എന്തെങ്കിലും ചെയ്യണമെന്നുള്ള സാധനം പണ്ട് തൊട്ടേ ഈവൻ ചാനൽ തുടങ്ങിയ സമയം തൊട്ടേ എൻ്റെ മനസ്സിലുള്ള സാധനമാണ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മൾ ആദ്യമായിട്ട് ചാക്കോച്ചൻ്റെ ഒരു ഇവൻറ്റ് ചെയ്യാന്നുള്ളൊരു സാധനം വന്നത്. അതും ഒരു മൂവി പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണ്. കാരണം മൂവി പ്രൊമോഷൻ്റെ ഒരു രീതിയിൽ ചാക്കോച്ചൻ നമുക്ക് ഇത്രയും നേരം നമുക്ക് തരാമെന്ന് വന്നും പറഞ്ഞ് നമ്മളതൊരു നമ്മുടെ ടീമിൻ്റെ വലിയൊരു രീതിയിൽ അത് വലിയ രീതിയിൽ ഡെവലപ്പ് ചെയ്ത് നമ്മളൊരു ഫാൻസ് മീറ്റിൻ്റെ രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തു. ഫാൻസ് മീറ്റാക്കി. ആ ഫാൻസ് മീറ്റിൻ്റെ രീതിയിൽ നമ്മൾ കേരളത്തിലുള്ള എല്ലാ ചാക്കോച്ചൻ്റെ ഫാൻസുകാരെയും കൊണ്ടുവന്നിട്ട് നമ്മൾ ചാക്കോച്ചന് വലിയ രീതിയിലൊരു ട്രീറ്റ് എന്ന രീതിയിലാണ് നമ്മളത് കൊടുത്തത്. അപ്പം അതിനകത്ത് ഇപ്പം നമ്മൾ ഇപ്പം പറയുകയാണെങ്കിൽ ജോമോൾ, ആക്ട്രസ് ജോമോളിനെ നമ്മളതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നിറത്തിന് ശേഷം അവർ 22 കൊല്ലത്തിന് ശേഷമാണ് പിന്നെ അവർ ഒന്നിച്ച് സ്ക്രീനിൽ കാണുന്നത്. ഭയങ്കര വൈറലായിരുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഔട്ട് ഓഫ് ബോക്സ് രീതി നമുക്കൊരു സാധനങ്ങൾ ചെയ്യാം. അതിൽ തന്നെ ചാക്കോച്ചൻ്റെ പഴയ സാറിനെ കൊണ്ടുവന്നു, സുഹൃത്തുക്കളെ കൊണ്ടുവന്നു, പണ്ട് അഭിനയിച്ച ചെറിയ ചൈൽഡ് ആർട്ടിസ്റ്റുകൾ ഇപ്പോഴത്തെ രീതിയിൽ എങ്ങനെയായി അവരെയൊക്കെ കൊണ്ടുവന്നു. ചാക്കോച്ചന് തന്നെ ഭയങ്കര ട്രീറ്റായിരുന്നു. അപ്പോൾ നമുക്ക് ഭയങ്കര അഭിപ്രായം ചാക്കോച്ചനും പറഞ്ഞു, എല്ലാവരും ഭയങ്കര പറഞ്ഞപ്പോൾ നമുക്കത് ഭയങ്കര പ്രചോദനമായിരുന്നു ഇനിയും അങ്ങനത്തെ കണ്ടകൾ ചെയ്യാമെന്ന്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് സുരേഷേട്ടൻ്റെ ഒരു പടത്തിൻ്റെ ഗരുഡൻ എന്ന സിനിമേൻ്റെ പാർട്ടായിട്ട് നമുക്ക് ഇങ്ങനൊരു ഇത് വരുന്ന സുരേഷ് സാറ് ഇങ്ങനെ എത്രയും സമയം നമുക്ക് പ്രൊവൈഡ് ചെയ്യാം, നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ ചാക്കോച്ചനെക്കാളും കുറച്ചുകൂടി ഗ്രാൻഡ് എന്ന രീതിയിൽ സാധനം ചെയ്തു. അത് സുരേഷന് നമ്മളോട് പേഴ്സണലി തന്നെ പറഞ്ഞു, സാറിൻ്റെ കരിയറിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പ്രോഗ്രാമായിരുന്നു. അതിലും നമ്മളിപ്പം ഈ നന്ദിനിനെ കൊണ്ടുവന്നു. നമ്മുടെ നന്ദിനി പുറകിൽ നിന്ന് വന്നിട്ട് ഇങ്ങനെ കണ്ണൊക്കെ പിടിക്കുന്ന അത് ഭയങ്കര ഒരു മൊമെന്റ് ആയിരുന്നു. അത് ഒരു സർപ്രൈസ് എലമെന്റ് ഭയങ്കരമായിട്ട് നമ്മൾ സാറിന് ഒട്ടും പ്ലാൻ അറിയത്തില്ലായിരുന്നു. കൊച്ചി വന്നു ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രമുള്ളത്. അപ്പം നമുക്ക് ഇപ്പം നമ്മുടെ ചാനലിൽ ഒരു ഇന്റർവ്യൂ ആയിട്ട് വന്നാൽ പോലും അവർ നമ്മുടെ ഫാമിലി ആയിട്ട് മാറുന്ന സമയമാണ്. അതുപോലെ സുരേഷനൊക്കെ ഇത്രയും വലിയൊരു പ്രോഗ്രാം ചെയ്തപ്പോൾ നമ്മളായിട്ട് ഭയങ്കരമായിട്ട് ഒരു ക്ലോസ് ടു ഹാർട്ട് എന്ന രീതിയിൽ നമ്മളെ ഭയങ്കരമായിട്ട് ഇഷ്ടമായൊരു സാഹചര്യമായിരുന്നു ആ ഒരു പ്രോഗ്രാം. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് സുരേഷൻ എൻ്റെ കല്യാണത്തിലേക്ക് ഞാൻ വരാം. കാരണം എല്ലാവരും കല്യാണം കഴിക്കും, ഒരു റിസപ്ഷൻ വെക്കും, അങ്ങനെയൊക്കെയാണ്. ഇത് ഷാജി പാപ്പൻ്റെ കല്യാണം എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ഒരു കല്യാണം ഒരു ഇവന്റ് പോലെയാണ് ചെയ്തത്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ആദ്യത്തെ ഒരു ഇവന്റ് കല്യാണം എന്ന് വേണമെങ്കിൽ പറയാം. എന്താ അതിൻ്റെ പിന്നിൽ ഈ ഒരു 2 ഇവൻ്റൊക്കെ ചെയ്തതിൻ്റെ ഒരു ശേഷമാണല്ലോ അത് വരുന്നത്. ആ ഒരു രീതിയിൽ ആക്കാനുള്ളൊരു കാരണം എന്തായിരുന്നു? അത് ഫുള്ളി എൻ്റെ ടീമിൻ്റെ ക്രെഡിറ്റ് ആണ്. നമ്മളൊരു റിസപ്ഷൻ ചെയ്യാമെന്ന് മാത്രമേ എൻ്റെ മൈൻഡിലുള്ളായിരുന്നു. കാരണം എൻ്റെ വീട് കണ്ണൂരാണ്. അപ്പം മെയിൻ കല്യാണവും ഇത് കാര്യങ്ങളൊക്കെ കണ്ണൂർ വെച്ചായിരുന്നു. അപ്പം കൊച്ചിയിൽ എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട്, കൊച്ചിയിൽ പിന്നെ നമ്മൾ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരുണ്ട്. അപ്പം കുറച്ച് പേര് എന്തായാലും ഇൻവൈറ്റ് ചെയ്യുക എന്നുള്ള സാധനമായിരുന്നു നമ്മളുള്ളത്. അപ്പം നമ്മളിങ്ങനെ ഇൻവൈറ്റ് ചെയ്തപ്പോൾ സുരേഷനൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പം ടീം ഇങ്ങനെ പറഞ്ഞു, സ്റ്റാഫായിട്ടുള്ള അപ്പൂസ് ആണ് അതിൻ്റെ മെയിൻ. ഞാനും അപ്പൂസിനെ കുറിച്ച് എപ്പോഴും കേൾക്കാറുണ്ട്. ഇവിടെ ഫസലൊക്കെ പറഞ്ഞ അപ്പൂസ്, അത് തന്നെ അവിടെ നിന്ന് മല്ലിക ചേച്ചി പറഞ്ഞ അപ്പൂ എന്ന് പറഞ്ഞിട്ടുണ്ട്, അവനെ പിടിച്ചു വെച്ചേക്കാണ്, അവനെ കണ്ട എൻ്റെ 2:30 അവൻ്റെ ഇത്ര നേരം കാണുന്നതൊക്കെ പറഞ്ഞ് തമാശ പോലെ അപ്പു എന്നുള്ള പേര് എപ്പോഴും ഞാനും കേൾക്കാറുണ്ട്. ഞാനപ്പോൾ ചിന്തിക്കാറുണ്ട് അപ്പൂസിനെയൊക്കെ നൈസിലെടുത്താലും അത്ര നല്ലൊരു ജീവനക്കാരനെ അപ്പൂടെ നിന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ തന്നെ സംസാരിച്ചിട്ടുണ്ട്. അപ്പുവാണ് ഇതിന് അന്നത്തെ തല ആ സാധനം ഇങ്ങനെ കൺവേർട്ട് ചെയ്തെടുക്കാമെന്ന് ഇങ്ങനെ സജഷൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ആദ്യം ഞാൻ ഒട്ടും സമ്മതിച്ചില്ലായിരുന്നു ഇങ്ങനെ നമ്മൾ, കാരണം ഇതുവരെ കേൾക്കാത്ത സംഭവമാണ്. അതങ്ങനെ കേൾക്കുമ്പോൾ എനിക്കും ഒരു പിന്നെ ഓക്കെ ചെയ്യാം, പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു. കല്യാണമല്ലേ നടക്കട്ടെ. അങ്ങനെ അത് വലിയൊരു ഷോ പോലെയാണ് നമ്മൾ ചെയ്തത്. രഞ്ജിനി ഹരിദാസ് ഒക്കെ ആയിരുന്നു മെയിൻ ഹോസ്റ്റായിട്ട്. ശ്വേതാമേനോൻ ഉണ്ടായിരുന്നു. സുരേഷ് ഗോപി പരിപാടി പങ്കെടുത്തു. അത് ഇതിൻ്റെ ഒരു സ്നേഹ സൂചകമായിട്ട് തന്നെയാണ് പുള്ളി ആ ചടങ്ങിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
ഈ ഒരു നമ്മുടെ ചാനലായിട്ട് ഇങ്ങനത്തെ ഒരു ഇവൻ്റ് നടന്ന പിന്നെയാണ് നമ്മളെ ഇത്രയും പ്രിയ ലിസ്റ്റിലോട്ട് ചേർത്ത് തോന്നുന്നു. അത് കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷം, അല്ല സന്തോഷത്തെക്കാളേറെ അഭിമാനകരമായ നിമിഷമാണല്ലോ അങ്ങനെ ഒരു സാധനം ഒരാളുടെ കയ്യിൽ നിന്ന് കിട്ടുക. പുള്ളി അന്ന് ഇലക്ഷന്റെ റിസൾട്ട് വരുന്നതിന്റെ 2 ദിവസം മുമ്പായിരുന്നു ഈ പരിപാടി. അപ്പം പുള്ളിക്ക് ഒരു എന്താ പറയണ്ടേ, ഈ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൈക്കിലൊന്നും പറയാൻ പറ്റില്ല, കാരണം എന്തോ എനിക്ക് എന്തോ ലോ എന്തോ ഉണ്ടായിരുന്നു റിസൾട്ടിന് മുമ്പായിട്ട് നിൽക്കുന്ന ടൈമാണ്. അങ്ങനെ എന്തോ ലോ അല്ല എന്തോ, അപ്പം ഒന്നും സംസാരിക്കില്ലെന്ന് അറിയായിരുന്നു. പക്ഷെ പുള്ളി മൈക്കെടുത്ത് നമ്മളെ വിഷ് ചെയ്തു, ഒരു വലിയ മെസ്സേജ് നമുക്ക് തന്നു. അത് ഭയങ്കര ഒരു കാര്യമായിരുന്നു. ഈ നിങ്ങളുടെ ഈ യാത്രയിൽ നിങ്ങൾ ഒട്ടനവധി സീനിയേഴ്സിനെ കണ്ടിട്ടുണ്ട്, അതുപോലെ തന്നെ വളർന്നു വരുന്ന താരങ്ങളെ കണ്ടിട്ടുണ്ട്. ഈ ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ ചിലപ്പോൾ അതെങ്ങനെയാണ് അവരുടെ ഒരു സഹകരണം എങ്ങനെയാണ്? പലപ്പോഴും നമ്മൾ മീഡിയയിലൊക്കെ കാണുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടി പിടിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ എങ്ങനെയാണ് അവർ ഈ താരങ്ങൾ നിങ്ങളോടുള്ള ഒരു സഹകരണം എങ്ങനെയാണ്? വഴക്കാണോ, സ്നേഹമാണോ, സന്തോഷമാണോ? എന്താ ഒരു രീതി അവരുടെ? എനിക്കങ്ങനെ തോന്നുന്നില്ല, കാരണം ഓൾമോസ്റ്റ് എല്ലാ താരങ്ങളും എല്ലാ സ്റ്റാർസും നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ ഒരു വട്ടമല്ല, കൂടുതൽ വട്ടമായിട്ട് നമ്മുടെ ചാനലായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ ഈവൻറ്റ്സ് ഒരു പിന്നെ എന്തെങ്കിലും ഒരു പ്രത്യേക ദിവസങ്ങളിൽ നമ്മളിപ്പം ഒരു വിഷു ആവട്ടെ, ഒരു ഓണമാവട്ടെ, ഈ പറഞ്ഞ ആർട്ടിസ്റ്റുകളുടെ വീട്ടിൽ നമ്മൾ ഗിഫ്റ്റായിട്ട് ചെല്ലാറുണ്ട്, അല്ലെങ്കിൽ നമ്മളൊരു ഇവൻറ്റ് നടത്തുമ്പോൾ ഇവരൊക്കെ ഇൻവൈറ്റ് ചെയ്യാറുണ്ട്. അവരെല്ലാ സന്തോഷത്തോടെ സ്നേഹത്തോടെ അവർ നമ്മുടെ അടുത്ത് വരാറുണ്ട്. ഈ പറഞ്ഞ സീനിയർ ആർട്ടിസ്റ്റ് മല്ലിക ചേച്ചി നമ്മുടെ ഒരു വലിയൊരു പാട്ടാണ് നമ്മുടെ, അത് ഞാൻ കണ്ടായിരുന്നു അന്ന് നമ്മളൊരു ഇവൻറ്റിന് വന്ന് കണ്ടായിരുന്നല്ലോ. അപ്പം അങ്ങനെ ഒരു കാറ്റഗറി ഡിഫറൻസ് ഇല്ലാതെ എല്ലാവരും നമ്മളായിട്ട് നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട്. നിങ്ങളുടെ വളർച്ചയിൽ ധ്യാൻ ശ്രീനിവാസിന്റെ പകുതി ഷെയർ കൊടുക്കണമെന്ന് പറയുന്നവരുണ്ട്. ധ്യാനുമായിട്ട് നിങ്ങൾ ഭയങ്കര ബന്ധമാണെന്നാണ് എല്ലാവരും പറയുന്നത്. ധ്യാൻ ചേട്ടനായിട്ട് നല്ല, കാരണം ഭയങ്കര നമ്മളെ ഫാമിലിയിൽ ഭയങ്കര ഒരു പാർട്ടാണ്. കാരണം എല്ലാവർക്കും പറയാൻ പറ്റുന്ന കാര്യമാണ്, ധ്യാൻ ചേട്ടൻ്റെ ഇൻ്റർവ്യൂ ഭയങ്കര എല്ലാവർക്കും അറിയാം, കാണാൻ ഇഷ്ടമുള്ള സാധനമാണ്. അപ്പം നമ്മുടെ ചാനലിൽ ഒരുപാട് വട്ടം നമ്മുടെ ചാനലിൽ ധ്യാൻ ചേട്ടൻ്റെ മെയിൻ ഇൻ്റർവ്യൂസൊക്കെ നമ്മുടെ ചാനലിൽ ത്രൂ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പം അങ്ങനെ നമ്മൾ കുറച്ച് മൂവി പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണ് ധ്യാൻ ചേട്ടനായിട്ട് ആദ്യം ഒരു ഇൻ്റർവ്യൂ എടുത്തത്. അപ്പം നമ്മളൊരു ദിവസം അങ്ങനെ ധ്യാൻ ചേട്ടനെ കോൺടാക്ട് ചെയ്യുമ്പോഴാണ് ധ്യാൻ ചേട്ടൻ ഒരു ഇൻ്റർവ്യൂ തരാം, പേഴ്സണൽ ഇൻ്റർവ്യൂ തരാമെന്ന് പറഞ്ഞിട്ട് നമ്മളെ തിരുവനന്തപുരത്ത് പുള്ളീൻ്റെ ഫ്ലാറ്റിലോട്ട് വിളിക്കുന്നത്. അപ്പം നമ്മൾ വിചാരിക്കുന്ന ഒരു മണിക്കൂർ 1.5 മണിക്കൂറിൻ്റെ ഒരു ഇൻ്റർവ്യൂ എന്ന രീതിയിലാണ് നമ്മൾ വിചാരിച്ച് രാവിലെ ഒരു 9 മണിക്ക് അവിടെ ചെല്ലുന്നത്. നമ്മളവിടെ ഫ്ലാറ്റിൽ ഒരു 9 മണിക്ക് കാലത്തിൽ നമ്മൾ കുത്തിയിട്ട് നമ്മൾ ആ ഫ്ലാറ്റ് ഇറങ്ങുന്നത് വൈകിട്ട് 7 മണിക്കാണ്. അത്രമേൽ വലിയൊരു ബന്ധമാണ്. കാരണം അന്ന് ചേട്ടൻ ഫ്രീ ആയിരുന്നു. നമ്മൾ ഫുൾ അവിടെ ഇരുന്ന് സംസാരിച്ച് ഇൻ്റർവ്യൂ എടുത്തു. ഒരു ഹോം ടൂറോട് നമ്മൾ എടുത്ത്, ഈവൻ ഹോം ടൂറിനാണ് ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പ് വരുന്നത്. ധ്യാൻ ചേട്ടൻ്റെ ഹോം ടൂർ നമ്മൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഒരു ബന്ധം എല്ലാവരോടും ക്രിയേറ്റ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ എല്ലാവരും നമ്മുടെ ഒരു ഫാമിലി മെമ്പർ, മൈൽസ്റ്റോൺ ഫാമിലി എന്ന രീതിയിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യത്തോടെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം, എല്ലാ ആൾക്കാരും യൂട്യൂബിൽ ഇങ്ങനെ ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, കുറേ പേര് ക്വിറ്റ് ചെയ്യുന്നുണ്ട്, ഭയങ്കര വരുമാനമുള്ള മാർഗം ആണ് എന്നാണ് ചിലരുടെ ചിന്താഗതി. ചില ആൾക്കാർ പറയുന്നു അത്ര സ്ഥിരതയില്ലാത്തൊരു വരുമാനമാണെന്ന് പറയുന്നു. ഈ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര വലിയ വരുമാനമൊക്കെ കിട്ടുമോ? നല്ല കാശൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ? ഇതിന് 2 രീതിയിൽ പറയാം. ഈ എക്സ്പെൻസ് കുറച്ച് രീതിയിൽ ചെയ്യുവാണെങ്കിൽ ഇതിൽ ഒരു പ്രോഫിറ്റ്, നമ്മൾ മെയിനായിട്ട് നോക്കുന്ന പ്രോഫിറ്റ് ആണല്ലോ. നമ്മളിത് ഒരു വലിയ സ്കെയിൽ ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും ഒരു വരുന്നൊരു ഫിക്സ്ഡ് എക്സ്പെൻസ് ഉണ്ടാവും. കാരണം സ്റ്റാഫ് അല്ലെങ്കിൽ നമുക്ക് വരുന്ന സാലറി, എക്യുപ്മെന്റ്സ്, ഇതിൻ്റെ ഒക്കെ വരുന്ന ഒരു ഫിക്സ്ഡ് ഇതുണ്ട്. അപ്പോൾ നമ്മൾ മാസീവ് രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് വരുന്നൊരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു എക്സ്പെൻസ് ഉണ്ടാവും. അത് മീറ്റ് ചെയ്ത് പറ്റുന്ന രീതിയിൽ എന്തായാലും ഈ ഫേസ്ബുക്ക് അല്ലെങ്കിൽ യൂട്യൂബ് റവന്യൂ കൊണ്ട് ഇത് കവറപ്പാവുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഒരു കൊല്ലം, ഒരു 1.5 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്നു. കാരണം ഈ പറഞ്ഞ പോലെ ഫേസ്ബുക്കിൽ നല്ല രീതിയിൽ റവന്യൂ കിട്ടുന്ന സമയം അവർ ഇപ്പോൾ ഒരു കൊല്ലമായെന്ന് തോന്നുന്നു ഭയങ്കരമായിട്ട്, നേരത്തെ 10 രൂപ കിട്ടുന്നിടത്ത് ഇപ്പോൾ 1 രൂപ കിട്ടുന്നുള്ളൂ. അത്രമേൽ കുറഞ്ഞു. യൂട്യൂബിലെന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഇടിവ് വന്നിട്ടില്ല. വ്യൂസ് വരുന്നതനുസരിച്ച് റവന്യൂ വരുന്നുണ്ട്. പക്ഷേ വ്യൂസ് അങ്ങനെ വരണമെന്നില്ല. പക്ഷേ ഫേസ്ബുക്കിൽ നമുക്ക് വ്യൂസ് വരും. കാരണം നമ്മൾ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഹോം ഫീൽഡിൽ വന്ന് ആ ഒരു പർട്ടിക്കുലർ വീഡിയോ ക്ലിക്ക് ചെയ്ത് കയറണം. പറഞ്ഞാൽ ഫേസ്ബുക്ക് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം സ്ക്രോൾ ചെയ്യുമ്പോൾ തന്നെ അത് വ്യൂ ആയിട്ട് കൺസിഡർ ചെയ്ത് പോകും, വ്യൂസ് കിട്ടും. പക്ഷേ ഈ ഒരു വരുമാനം കൊണ്ട് മാത്രം പുതിയ ചാനൽ തുടങ്ങാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് പറയുന്നത്.
ഇങ്ങനെയും പറയുന്നത് നമ്മളിപ്പം പല രീതിയിലുള്ള ഇൻകംസ് നമ്മൾ ജനറേറ്റ് ചെയ്യാനുള്ള ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ബ്രാൻഡിങ് സെയിൽസ് എന്ന രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ ക്ലയൻസിനെ കണ്ടുപിടിച്ച് നമ്മളെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ക്ലയൻറ്റിനെ കിട്ടുവാണെങ്കിൽ ആ ക്ലയൻറ്റിന് എന്ത് രീതിയിലുള്ള ഒരു വീഡിയോ ആണ് വേണ്ടത്, അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ ആണോ, അല്ലെങ്കിൽ അവർക്കൊരു സ്റ്റോർ വിസിറ്റ് ആണോ, അല്ലെങ്കിൽ ഒരു ഫാക്ടറി വിസിറ്റ് ആണോ, അല്ലെങ്കിൽ അവർക്ക് എന്ത് രീതിയിലാണോ എന്ത് വേണ്ടത്, അവർക്ക് എങ്ങനെയാണോ അവരെ പോർട്രേ ചെയ്യേണ്ടത്, അവർ നമ്മളൊരു ഐഡിയ തരുവാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ അവരെ ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പറ്റുന്നുള്ള രീതിയിൽ നമ്മളത് ഒരു സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട്, സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെയാണ് നമുക്കൊരു പിടിച്ചു നിൽപ്പ് പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അതുപോലെ പുതുതായിട്ട് തുടങ്ങുന്ന സംരംഭകരോട് എന്ത് ഉപദേശം പറയാനുണ്ട്? കാരണം ചെറിയ പ്രായത്തിൽ തുടങ്ങി ഇന്ന് 27 വയസ്സേ ആയിട്ടുള്ളൂ. 27 വയസ്സിനുള്ളിൽ അത്യാവശ്യം ജീവനക്കാരായി, അത്യാവശ്യം വലിയ ബ്രാൻഡുകളും വലിയ ആർട്ടിസ്റ്റുകളും ഒക്കെ ആയിട്ട് ഒരു അസോസിയേഷനായി, എന്തെങ്കിലും ഒരു ഉപദേശം അവർക്ക് കൊടുക്കാനുണ്ടോ? ഇപ്പം എനിക്ക് എൻ്റെ ലൈഫ് വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ ഇപ്പം എൻ്റെ സ്റ്റോറി കേട്ടോടെ മനസ്സിലാവുന്ന കാര്യമാണ്, ഞാൻ ഒരിക്കലും മണി ഓറിയൻറ്റഡ് ആയിട്ട് തുടങ്ങിയതല്ല, പൈസ ഉദ്ദേശിച്ച് തുടങ്ങിയതല്ല. ഇപ്പോൾ ഈ പറഞ്ഞ ഫേസ്ബുക്ക് പേജ് തുടങ്ങിയതാണെങ്കിൽ പോലും ഒരിക്കലും പൈസ ഉദ്ദേശിച്ച് തുടങ്ങിയതല്ല. അത് തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് അതിന് പൈസേനുള്ള സാധ്യത മനസ്സിലാക്കിയത്. ആ സാധ്യത മനസ്സിലാക്കിയപ്പോൾ അത് എങ്ങനെ ആ സാധ്യത വലുതാക്കാമെന്ന് അനുസരിച്ച് വന്നപ്പോഴാണ് അത് ഡെവലപ്പായി ഇന്ന് ഈ എത്തുന്ന രീതി എത്തിയത്. അപ്പം എപ്പോഴും മണി ഓറിയൻറ്റഡ് ആവില്ലെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് ജീവിക്കാൻ പൈസ വേണം. പക്ഷേ നമ്മൾ മണി ഓറിയൻറ്റഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് നമ്മൾ ഒരു വല്ലാത്തൊരു മെൻറ്റാലിറ്റി പോകും. പണത്തിനപ്പുറത്തേക്കുള്ള ഒരു ആർട്ടായിട്ട് ഇതിനെ കാണാൻ പറ്റും, ആർട്ടായിട്ട് കണ്ടുപിടിക്കണം. കാരണം എന്തായാലും ഏതൊരു ബിസിനസ് ആണെങ്കിലും പറയുന്ന പോലെ നമുക്ക് ആദ്യത്തെ നാളുകളിൽ അത് റവന്യൂ ജനറേറ്റ് ചെയ്തെടുക്കണം എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമുള്ള കാര്യമാണ്. അപ്പം നമ്മളതൊരു ബിസിനസ്സിൻ്റെ ഒരു ബിസിനസ് രീതിയിലൊരു ആർട്ടായിട്ട് കാണുവാണെങ്കിൽ നല്ലതായിരിക്കും എന്നുള്ളതാണ് തോന്നുന്നത്. അപ്പോൾ ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് രണ്ടുപേർക്കും ഷെയർ ചെയ്യാൻ പറ്റി, ഒരു ലൈഫ് ജേണി ഷെയർ ചെയ്യാൻ പറ്റി. ഇനി ഇതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. ഷൈൻ ടോം ചാക്കോയുടെ ഒരു ഇൻ്റർവ്യൂ നിങ്ങളെ ഭയങ്കര വൈറലാക്കാൻ ഷൈൻ ഇങ്ങനെ ഒരു ഫോൺ അറിയുന്നു. അത് ശരിക്കും ഒരു സ്ക്രിപ്റ്റഡ് ആണോ അതോ ആക്ച്വലി സംഭവിക്കുന്നതാണ്? എനിക്ക് പല ആൾക്കാരും ചോദിക്കേണ്ടത് യുവന്മാരെല്ലാവരും കൂടെ ഒപ്പിച്ചെടുത്തൊരു പരിപാടിയാണെന്ന് ചിലപ്പോൾ തോന്നാറുണ്ട്. ചിലപ്പോൾ തോന്നാപ്പോൾ അദ്ദേഹത്തിൻ്റെ നേച്ചർ വെച്ച് സംഭവിച്ചതാണ്. എന്താ ആക്ച്വലി അതിൽ ഉണ്ടായിട്ടുള്ളത്? എനിക്ക് ഒരുപാട് വന്നിട്ടുള്ള ക്വസ്റ്റ്യനാണ്, ഇത് പ്ലാൻഡ് ആണോ അല്ലെങ്കിൽ ഇത് നിങ്ങൾ ഒരു പ്ലാൻ ചെയ്ത കാര്യമല്ലേ എന്ന്. പക്ഷെ ഒരിക്കലും അല്ല. ആ ഒരു ഇൻ്റർവ്യൂ നടക്കുന്നത് പുലർച്ചെ 1 മണിക്കാണ്. 1 മണിക്ക് ഷൈൻ ചേട്ടൻ്റെ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഒരു ഇൻ്റർവ്യൂ നമ്മൾ ചെയ്തിട്ടുള്ള പുലർച്ചെ 3 മണിക്ക് ചെയ്ത ഷൂട്ടുണ്ട്. ആളെ അപ്പോഴൊക്കെ അവൈലബിൾ ആയിരിക്കും. പുള്ളി ഇപ്പം ഡെയിലി ഇപ്പം ഷൂട്ടിൻ്റെ തിരക്കാണെങ്കിൽ പുള്ളി പറയുകയാണ് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഈ ടൈം വാ, ഞാൻ ഓക്കെ ആണ് എന്ന് പറയും. അപ്പം നമുക്കിപ്പം ചേട്ടൻ ഫ്രീ ആണെന്നനുസരിച്ച് നമുക്ക് ഓക്കെ ആണെങ്കിൽ നമ്മൾ ചെല്ലും. അപ്പോൾ അന്ന് ഈ പറഞ്ഞ പുലർച്ചെ 1 മണിക്കായിരുന്നു ഷൂട്ട്. അപ്പോൾ അന്ന് ഷൂട്ട് നടക്കുന്ന സമയത്ത് എന്തോ ചേട്ടനോട് ആങ്കർ ചോദിച്ചു, ഈ മൊബൈൽ ഇഷ്ടമാണോ എന്തോ ചോദിച്ചു. അപ്പം പുള്ളി ആ സ്പോട്ടിൽ അത് സ്പോണ്ടേനിയസ് ആയിട്ട് ചെയ്തൊരു പ്രവൃത്തിയാണ്. ഇവൻ നമ്മളത് ആ വീഡിയോ കാണുവാണെങ്കിൽ അറിയാം, നമ്മളത് ഒരിക്കലും ഹൈലൈറ്റ് ചെയ്തിട്ടില്ല. നമ്മളത് വലിയ കണ്ടന്റാണെന്ന് നമുക്ക് പോലും മനസ്സിലായില്ല. കാരണം അങ്ങനെയാണെങ്കിൽ നമ്മൾ തംബ്നെയിൽ ആ ഒരു പോർഷൻ ഇടുമായിരുന്നു. പിന്നെ അത് ഞാൻ റീഎഡിറ്റ് ചെയ്ത് തംബ്നെയിൽ എഡിറ്റ് ചെയ്ത് ഇട്ടെന്ന് തോന്നുന്നു. പിന്നെ അല്ലെങ്കിൽ നമ്മൾ ആദ്യത്തെ ഒരു ഇൻട്രോ വീഡിയോ ഉണ്ടല്ലോ, ഫ്ലാഷ് കട്ട്, അതിനകത്ത് പോലും നമ്മൾ ആ ഒരു പോർഷൻ ആഡ് ചെയ്തിട്ടില്ല, തോന്നിയിട്ടില്ല. നമുക്കത് വലിയൊരു ഇമ്പാക്റ്റ് ആയിട്ട് നമുക്ക് അന്ന് അവിടെ കണ്ടുന്ന ആർക്കൊന്നും തോന്നിയില്ല. ഇത് ഔട്ട് പോയപ്പോഴത്തേക്കും ഇത് ഭയങ്കരമായിട്ട് അങ്ങ് ട്രെൻഡായി. പിന്നെ എവിടെ ചെന്നാലും ഇപ്പോൾ ഷൈൻ ചേട്ടനാണെങ്കിലും മൊബൈൽ എടുത്തെറിയോ എന്ന് ചോദിച്ചു. പുള്ളിയും ഭയങ്കര, അപ്പം പുള്ളിക്കും അത് ഭയങ്കര ഒരു നല്ലൊരു സംഭവമായിട്ട് വന്നു. അത് അങ്ങനെ ഒരിക്കലും പ്ലാൻ ചെയ്ത സംഭവമല്ല, ഒരു രസകരമായിട്ടുള്ളൊരു സംഭവം ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നതാണ്. കേൾക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ഇപ്പം നമ്മൾ ഇത്രയും നേരം ഒട്ടനവധി കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ സാധിച്ചു. ഒരുപാട് കഥകൾ പറഞ്ഞു. ഇതിൻ്റെ പിന്നിലെ ഹാർഡ് വർക്കിനെ കുറിച്ചും സ്മാർട്ട് വർക്കിനെ കുറിച്ചും മുന്നോട്ട് പോകേണ്ടതിനെ കുറിച്ചൊക്കെ സംസാരിച്ചു. ഇത്രയും നേരം നമ്മളോടൊപ്പം സ്പെൻഡ് ചെയ്തതിൽ അതിയായിട്ടുള്ളൊരു സന്തോഷമുണ്ട്. ഇന്നിവിടെ ഇദ്ദേഹം നമ്മളോട് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ മനോരമ, മാതൃഭൂമി, ഏഷ്യാനെറ്റ് അന്നങ്ങനെ കോർപ്പറേറ്റുകൾ മാത്രമുള്ള ഒരു മീഡിയ ഇൻഡസ്ട്രിയിലേക്ക് ഒരു ചെറുപ്പക്കാരൻ യാതൊരു പാരമ്പര്യവുമില്ലാതെ, ഒരു ജേർണലിസ്റ്റിൻ്റെ ഡിഗ്രി ഇല്ല, അല്ലെങ്കിൽ പത്രപ്രവർത്തനത്തിൻ്റെ പാരമ്പര്യമില്ല, അത്തരത്തിലൊരു പാരമ്പര്യവുമില്ലാതെ വലിയൊരു മീഡിയ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുകയാണ്. പരിശ്രമം ചെയ്യുകയാണെങ്കിൽ എന്തൊരു കാര്യവും സാധ്യമാക്കാൻ പറ്റും എന്നുള്ള ഒരു ജീവിതാനുഭവമാണ് അദ്ദേഹം നമ്മുടെ മുന്നോട്ട് വയ്ക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മുന്നോട്ടുള്ള എല്ലാ യാത്രകളിലും സംരംഭവും സ്പാർക്കും ഞാനും അന്യൊക്കെ കൂടെ ഉണ്ടാകുമെന്ന് പറയുകയാണ്. നിങ്ങളുടെ വളർച്ച ഇനിയും ഒരുപാട് മുന്നോട്ട് പോകട്ടെ, നിങ്ങളുടെ ബ്രാൻഡ് ഇനിയും വളരട്ടെ എന്നൊക്കെ ആശംസിച്ചുകൊണ്ട് നമ്മൾ നിർത്തുകയാണ്.
ഇവിടെ കണ്ടുമുട്ടിയാൽ വളരെ സന്തോഷം. ഇനിയും വീണ്ടും കാണാമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. തീർച്ചയായും. താങ്ക് യു. താങ്ക് യു.